Good morning. Good morning. കേൾക്കുന്നില്ലേ? Good morning. കേൾക്കാമോ? കേൾക്കാം സർ. ഗുഡ് മോർണിംഗ്. ഓക്കെ, ആരും ഉണ്ടാവുന്നത് ഞാൻ വിചാരിച്ചു. ഇടയ്ക്ക് ലാപ്ടോപ്പ് ഒന്ന് മിസ്ബിഹേവ് ചെയ്യാറുണ്ട്, അപ്പൊ അത് പിന്നെ ആയോ എന്നൊരു സംശയം തോന്നും. ഓക്കെ, so we can start. So who all are doing the morning activities like prayer, sign in, and thought of the day? ഞാൻ പ്രയർ പറയാം. Okay. Almighty God, give us your light and blessing. Help us to study our lesson well, to obey our teachers, and to be good students. Help us, Lord, that we may please you always. Bless our institution, our teachers, and all our friends. Thank you, God. Okay, next. Ma'am, thought of the day പറയാം. Every day is chance to begin again. Don't focus on the failures of yesterday. Start today with positive thoughts and expectation. Whose quote is this? ആരുടെയാണെന്നറിയില്ല, ഞാൻ ജസ്റ്റ് ഫോണിൽ കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായി, അപ്പൊ എഴുതി വെച്ചു, അത്രേ ഉള്ളൂ. Okay, right. So where were we? എവിടെയായിരുന്നു നമ്മൾ? ഏത് ലെസൺ ആയിരുന്നു? എന്തായിരുന്നു പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിൽ? മാം, നമ്മൾ മോണ്ടിസോറി മെത്തേഡ്സ് അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് ഫസ്റ്റ് കുറച്ച് പറഞ്ഞു, അത് കഴിഞ്ഞ് ഒരിത്തിരി എനിക്ക് മിസ്സായി. ട്രഡീഷണൽ വേഴ്സസ് മോണ്ടിസോറി മെത്തേഡ്, അതാണോ? മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ, അതായിരുന്നോ? അത് യൂണിറ്റ് 2 കംപ്ലീറ്റ് ചെയ്തില്ലേ? മെത്തേഡ് അത് കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഓക്കെ, ഏത് പോയിന്റ് വരെയും പറഞ്ഞിരുന്നു? ഇതുണ്ട്, 25 പോയിന്റ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മോണ്ടിസോറി മെത്തേഡിൽ 25 പോയിന്റ്സ്, അതുപോലെ തന്നെ ട്രഡീഷണൽ മെത്തേഡിലും 25 പോയിന്റ്സ്. നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ഞാൻ വിചാരിച്ചു കഴിഞ്ഞു. 20 പോയിന്റ്സ് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിനുശേഷമുള്ളത് റീഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടൈമായിട്ട് നിർത്തിയത്. ഓക്കെ, സോ ആരാ വായിക്കാം ലാസ്റ്റ് 5 പോയിന്റ്സ്?
Yes, we'll read. ഞാൻ വായിക്കാം മാം. Last created by choice and out of regard for others. Environment provides discipline, motivated by self-development. Teacher is observer and director. Work for joy of working and sense of discovery. Encouraged to help one another. Yes, traditional 5 points. Quit enforced. Teacher provides discipline. Teacher motivated. Teacher is focal point and dominant influence. Work because they are told to seek help from teacher. Yes. So, നമ്മുടെ മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ മോണ്ടിസോറി മെത്തേഡില് പല കാര്യങ്ങളും കുട്ടിയുടെ തന്നെ ഒരു ചോയ്സ് ആണ്. അവിടെ ആരും ഡയറക്റ്റ് ചെയ്യാനില്ല, കുട്ടി തന്നെ ചോയ്സ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ എൻവയോൺമെന്റ് ആണ് ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രഡീഷണൽ മെത്തേഡിലേക്ക് അത് വരുമ്പോൾ ക്വൈറ്റ് എൻഫോഴ്സ്ഡ്, അതായത് ഫോഴ്സ്ഫുള്ളി ആണ് കുട്ടികളെ കൊണ്ടും പലതും ചെയ്യിക്കുന്നത്, കമ്പല് ചെയ്ത് ചെയ്യിക്കുന്നു പല കാര്യങ്ങളും. മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെ വരുന്നില്ല. പിന്നെ മോണ്ടിസോറി മെത്തേഡിൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ എൻവയോൺമെന്റ് കുട്ടികളെ തന്നെ അത് അഡാപ്റ്റ് ചെയ്യപ്പെടുവാണ്, അബ്സോർബ് ചെയ്യുന്നു, അഡാപ്റ്റ് ചെയ്യപ്പെടുന്നു. ആരും ഷൗട്ട് ചെയ്തോ ബീറ്റ് ചെയ്തോ വടി കാണിച്ച് പേടിപ്പിച്ചോ അങ്ങനെയുള്ള ഡിസിപ്ലിൻ അല്ല, ആ രീതിയിലല്ല. ഇവിടെ ടീച്ചർ, ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചർ പ്രൊവൈഡ്സ് ഡിസിപ്ലിൻ. അനങ്ങാതിരിക്കൂ, സംസാരിക്കുന്നവർക്ക് പണിഷ്മെന്റ്, എന്തെങ്കിലും ഇതിൽ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇമ്പോസിഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് ഒക്കെ കൊടുത്ത് അതുപോലെ ഡിസിപ്ലിൻ അവിടെ വരുന്നു. പിന്നെ കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റി അവരത് റിപ്പീറ്റ് ചെയ്ത് അവരത് ഫുൾഫിൽ ചെയ്യുമ്പോൾ, അതൊന്ന് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത് മോണ്ടിസോറി മെത്തേഡില്. ഇവിടെ ടീച്ചറാണ് മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത്. ലൈക്ക് അത് എല്ലാ കുട്ടികളിലേക്കും എത്തണമെന്നില്ല ടീച്ചറുടെ മോട്ടിവേഷൻ. ഓക്കെ, നല്ല പോലെ പെർഫോം ചെയ്യുന്ന കുട്ടിയെ പ്രത്യേകം അപ്രൈസൽ ചെയ്യുന്നു. വട്ട് എവർ ഇറ്റ് ബി, അപ്രൈസൽ ഈസ് ഗുഡ്. ബട്ട് നമ്മളൊരു കുട്ടിയെ അപ്രൈസ് ചെയ്യുമ്പോൾ ദാറ്റ് വോണ്ട് ഹേർട്ട് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഫീലിങ്സിനെ അത് ഹേർട്ട് ചെയ്യരുത്, ഡിസ്റ്റർബ് ചെയ്യരുത്. ആ രീതിയിലുള്ള അപ്രൈസൽ ഈസ് ഗുഡ്. നെക്സ്റ്റ്, ഇനി മോണ്ടിസോറി മെത്തേഡില് ചൈൽഡ് സെന്റേർഡ് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവിടെ ടീച്ചർ അല്ല, അവിടെ ഫെസിലിറ്റേറ്റർ ആണ്. ശരിക്കും ഫെസിലിറ്റേറ്റർ അവിടെ ഒബ്സർവർ ആണ്, ഡയറക്ടർ ആണ്. കുട്ടിയെ ഇന്റർവ്യൂ ചെയ്യുന്നത്, പല ഇന്ററപ്ഷൻസ് എല്ലാം വളരെ കുറവായിരിക്കും. അവർ കുട്ടിയെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. വെനെവർ ഹി നീഡ്സ് എ സപ്പോർട്ട്, ആ സമയത്ത് ഗൈഡ് ചെയ്യുന്നു. അതാണ് അവിടുത്തെ ഫെസിലിറ്റേറ്ററിന്റെ റോൾ എന്ന് പറയുന്നത്. ട്രഡീഷണൽ മെത്തേഡില് ടീച്ചറാണ് ഫോക്കൽ പോയിന്റ്, മെയിൻ പോയിന്റ്, അതുപോലെ തന്നെ ഡോമിനന്റ് ആയിട്ടുള്ള പേഴ്സൺ. ടീച്ചറുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് കുട്ടികളിലേക്ക് പലപ്പോഴും വരുന്നത്. ടീച്ചർ എന്ത് പറയുന്നു അതുപോലെ തന്നെ ചെയ്യണം. അവരൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലെക്ചർ ക്ലാസ് പോലെ എടുക്കുന്നു, അവർ പറയുന്ന രീതിയിൽ തന്നെ ബുക്കിലേക്ക് എഴുതണം, ആക്ടിവിറ്റി ചെയ്യണം. അത് നെക്സ്റ്റ്, വർക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി. മോണ്ടിസോറി മെത്തേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഹാപ്പിനെസ്, വർക്ക് ഫോർ ജോയ്, ആ രീതിയിലാണ് അവർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. അതിൽ നിന്നും പല കാര്യങ്ങളും അവർ കണ്ടുപിടിക്കും, ഡിസ്കവറി. പല കുട്ടികളുടെയും ആ സെൻസ് ഓഫ് ഡിസ്കവറി ഡിഫറെന്റ് ആയിരിക്കും. ട്രഡീഷണൽ മെത്തേഡിലെ ഹോം വർക്ക്സ്, കുട്ടികള് ഫോഴ്സ്ഫുള്ളി പല വർക്കുകളും ചെയ്യേണ്ടതായിട്ട് വരുന്നു. പല കാര്യങ്ങൾ പഠിക്കാനും ആ രീതിയിലുള്ള ലെക്ചേഴ്സും പിന്നെ യൂണിറ്റ് ടെസ്റ്റുകളും അല്ലാതെയുള്ള എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ട്രഡീഷണൽ മെത്തേഡിൽ എൻകറേജ് ടു ഹെൽപ്പ് വൺ അനദർ, ഒരു മ്യൂച്വൽ സപ്പോർട്ട്, മ്യൂച്വൽ ലവ്, മ്യൂച്വൽ റെസ്പെക്ട്. അത് നേരത്തെ പറഞ്ഞ ഡിസിപ്ലിൻ പോലെ തന്നെ, ട്രഡീഷണൽ അല്ല, മോണ്ടിസോറി മെത്തേഡില് ഡിസിപ്ലിൻ പോലെ തന്നെ ഇവരിൽ സ്വയം ഇങ്ങനെ വരുവാണ്. ഒരു അഡാപ്റ്റേഷൻ പോലെ അവര് അത് നല്ലപോലെ തന്നെ ചെയ്യും. ഈവൻ ദോ ഒറ്റയ്ക്ക് ഇരുന്ന് അവർ പല ആക്ടിവിറ്റി ചെയ്താലും ചില ആക്ടിവിറ്റീസ് ഗ്രൂപ്പായി ചെയ്യുന്നതുണ്ടാകും. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കെയർ, ലവ്, ഹെൽപ്പ്, സപ്പോർട്ട് എല്ലാം ഉണ്ടായിരിക്കും. And when come to traditional method,
സീക്ക് ഹെൽപ്പ് ഫ്രം ടീച്ചർ. എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ദേ ഹൗ ടു കോൾ ദ ടീച്ചർ. അവർക്ക് ടീച്ചറെ വിളിക്കണം. അടുത്തിരിക്കുന്ന കുട്ടിക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും സീക്ക് ഹെൽപ്പ് ഫ്രം ടീച്ചർ. ടീച്ചറുടെ പെർമിഷൻ ഇല്ലാതെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് മെയിൻലി മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റിയാൽ എവിടെയെങ്കിലും ഒരു മോണ്ടിസോറി സ്കൂള് വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ. പിന്നെ പലപ്പോഴും പാരന്റ്സ് കുട്ടികളെ സ്കൂളിലേക്ക് ആക്കാനായിട്ട് തുടങ്ങുമ്പോൾ KG ഫ്രം ഓൺവേർഡ്സ്, KG ആണെങ്കിൽ തന്നെയും ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഏത് സ്കൂളിൽ ചേർക്കണം, സ്റ്റേറ്റ് സിലബസ് വേണോ, CBSE വേണോ, ICSE വേണോ, അങ്ങനെ ഇങ്ങനെയുള്ള പല പല കൺഫ്യൂഷൻസ് വരും. മോണ്ടിസോറി സ്കൂളിൽ ചേർക്കണോ, സാധാരണ സ്കൂളിൽ ചേർക്കണോ, അങ്ങനെ ഒരു കാലത്തുണ്ടായ ഒരു കൺഫ്യൂഷൻ ഇംഗ്ലീഷ് മീഡിയം വേണോ മലയാളം മീഡിയം വേണോ എന്നായിരുന്നു. അതൊക്കെ ഓൾമോസ്റ്റ് മാറി. മിക്ക സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയം ആയി കഴിഞ്ഞു. ഒരു ഡിവിഷനൊക്കെയാണ് സ്റ്റേറ്റിലൊക്കെ മലയാളം മീഡിയം ഉള്ളൂ. ഓക്കെ. ആ സ്റ്റേറ്റ് സിലബസിലാണ് ആ ഒരു മലയാളം മീഡിയം എന്നുള്ള രീതിയിൽ റീജിയണൽ ലാംഗ്വേജിന്റെ ഒരു മീഡിയം വരുന്നത് സ്റ്റേറ്റ് സ്കൂളുകളിലാണ്. അപ്പൊ അവിടെ ഒരു ഒറ്റ ഡിവിഷന്റെ ആയിട്ടുണ്ട് മിക്ക സ്കൂളുകളിലും. ഓക്കെ. ഈ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ്. അപ്പം 20 കുട്ടികൾ വരുവാണെങ്കിൽ 20 കുട്ടികളും യൂണീക്ക് ആയിരിക്കും. അവിടെ ഓൾറെഡി മോണ്ടിസോറി മെത്തേഡിൽ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ വരുന്ന കുട്ടികളുടെ നീഡ്സും കൂടെ മനസ്സിലാക്കിയിട്ടായിരിക്കും വീണ്ടും ആ എൻവയോൺമെന്റ് മോഡിഫൈ ചെയ്യും. അങ്ങനെ ഒരു വളരെ ഫ്ലെക്സിബിൾ ആണ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. അതേസമയം സാധാരണ ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലായിരിക്കും. കുട്ടികളുടെ നീഡ്സോ കുട്ടികൾ വരുന്നതിനനുസരിച്ചോ ആ രീതിയിലൊന്നും മാറ്റങ്ങളൊന്നും വരുത്താറില്ല. ഇപ്പം തന്നെ നമ്മൾക്കറിയാം ഈ പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് തന്നെ ആയാലും ലൈക്ക് സ്കൂളിലുണ്ടോന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. ഈ ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റാമ്പ് വെച്ചിരിക്കുന്നത് കാണാം. ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വീൽ ചെയർ ഒക്കെ യൂസ് ചെയ്ത് പോകുന്നവരാണ്. ഇപ്പൊ ടോയ്ലറ്റ്സ്, അതുപോലെ ടോയ്ലറ്റിലേക്ക് പോകുന്ന പാത്തിലും ഒക്കെ ഇങ്ങനെ റാമ്പ് പോലെ കാണും. കാരണം അതവർക്ക് നല്ല സ്റ്റെപ്സ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. അപ്പൊ നീഡ്സ് മനസ്സിലാക്കി പലയിടങ്ങളിലും ചേഞ്ചസ് വരുന്നുണ്ട്. മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെയാണ്. എന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് അവിടെ കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അപ്പൊ വരുന്ന കുട്ടി വളരെ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ അവൻ അതിനനുസരിച്ചുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റ്, ചെറിയ ചെറിയ ഡെസ്കും ചെറിയ കസേരകളും ഉണ്ടായിരിക്കും. ഷെൽഫിൽ വച്ചിരിക്കുന്ന ആ ഷെൽഫിൽ എത്തുന്ന ഇതല്ലെങ്കിൽ അതിനനുസരിച്ച് മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും അവന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഓരോ കുട്ടിയുടെയും നീഡ്സ് മനസ്സിലാക്കി ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ മോഡിഫൈ ചെയ്യുന്നുണ്ട് മോണ്ടിസോറി മെത്തേഡിൽ. പിന്നെ ഇവിടെ ത്രൂ ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾ ഓരോന്നും പഠിക്കുന്നത്. ഓക്കെ. അവർ എൻജോയ് ചെയ്താണ് ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. വർക്ക് ടു പ്ലേ, ഒരു ആക്റ്റീവ് ലേണിംഗ് ആണ് മോണ്ടിസോറി മെത്തേഡിൽ നടക്കുന്നത്. ആക്റ്റീവ് ഫോമിലാണ് സ്റ്റുഡൻസ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പുതിയ പുതിയ ഇൻഫർമേഷൻസ് അവർ തന്നെ ഡിസ്കവർ ചെയ്യുന്നു. അപ്പൊ അവർക്ക് കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരുവാണ്. പക്ഷെ ട്രഡീഷണൽ മെത്തേഡിലോ പാസീവ് ലേണിംഗ് ആണ്. ഒരു ടീച്ചർ എന്താണോ പറയുന്നത് അത് അവർ കേൾക്കും, അല്ലെ? ദേ ലിസൺ ടു ലെസൺസ് ഫ്രം ദി ടീച്ചർ. ഓക്കെ. അത് ഓർക്കുന്നു, എന്നിട്ട് പോയി പരീക്ഷ എഴുതുന്നു, പഠിക്കുന്നു, കാണാതെ പഠിക്കുന്നു, സംടൈംസ് മകപ്പ് ചെയ്യുന്നു, അങ്ങനെ ബൈഹാർട്ടൊക്കെ ചെയ്ത് അങ്ങനെയാണ്. അപ്പോ അവരുടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി അതൊക്കെ കുറെയൊക്കെ അങ്ങോട്ട് താന്നു പോകും പലപ്പോഴും ട്രഡീഷണൽ സ്കൂൾസിൽ. ജനറലൈസ് ചെയ്ത് പറയുകയാണ്. ബട്ട് സം ടീച്ചേഴ്സ് ആ ദെയർ. അവര് കുട്ടികളുടെ സ്പാർക്ക് മനസ്സിലാക്കി അവരെ ട്രിഗർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയും ഉള്ളവരുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു ഓൾറെഡി, കുട്ടികൾക്ക് ടൈം ഉണ്ട്. ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ദേ ഹാവ് ഇനഫ് ടൈം. ചില കുട്ടികൾ പെട്ടെന്ന് ചെയ്യും, ചില കുട്ടികൾക്ക് സമയം എടുക്കും. ബട്ട് ട്രഡീഷണൽ മെത്തേഡിൽ നമുക്ക് അങ്ങനെയല്ല, അവിടെ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. മോണ്ടിസോറി മെത്തേഡിൽ ഫെസിലിറ്റേറ്ററും കുട്ടികളുമായിട്ടുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കുട്ടിക്ക് നല്ലൊരു ഫീല് കിട്ടുന്ന, ഒരു പേടി ഫീലല്ല വരുന്നത്. നല്ലൊരു പ്ലീസിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും മോണ്ടിസോറി സ്കൂളില് ഫെസിലിറ്റേറ്റർ എപ്പോഴും. അവര് കുട്ടികളെ ഗൈഡ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. ആ രീതിയിലാണ് മോണ്ടിസോറി മെത്തേഡിൽ. പിന്നെ ഏജ് ഗ്രൂപ്പ് 3 to 6 years ആണ്. ആ ഒരു ഏജ് സ്പാനിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ ഒരു മിക്സഡ് ഏജ് ഗ്രൂപ്പാണ്. പലപ്പോഴും ചെറിയ കുട്ടികളെ എൽഡർ ആയിട്ടുള്ള കുട്ടികൾ നോക്കുന്നു. അങ്ങനെ ഒരു കെയറിങ് അവിടെ നടക്കുന്നുണ്ട്. ചെറിയ കുട്ടികള് മുതിർന്ന കുട്ടികളുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും പഠിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് മോണ്ടിസോറി മെത്തേഡിൽ. പിന്നെ റെസ്പെക്ട്, ഡിസിപ്ലിൻ എല്ലാം ഇവരിൽ തന്നെ ഫോം ചെയ്യുവാണ്. അപ്പൊ അത് ഫ്യൂച്ചറിൽ ഇപ്പൊ ഈ പറയുന്ന എല്ലാം തന്നെ ഫ്യൂച്ചർ അവരൊരു അഡൽട്ട് ആകുമ്പോൾ ദേ വിൽ ബി വെരി സ്ട്രോങ് ഇൻ ദാറ്റ് പോസിറ്റീവ്സ്.
അതായത് മാജിക് വേർഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട്, ലൈക്ക് താങ്ക് യു, പ്ലീസ്, സോറി, അങ്ങനെയുള്ള ഒരു ഗുഡ് ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുവാണ് അവിടെ. പിന്നെ അതുപോലെ തന്നെ ലേണിങ്ങിന് ഔട്ട്ഡോർ ടൈം ഉണ്ട്. ഫുൾ ടൈം ഇതിന് അകത്തല്ല അവര് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, ഔട്ട്ഡോറിൽ പോയിട്ട് പലപ്പോഴും ലേണിംഗ് നടക്കാറുണ്ട്. അപ്പൊ ഈ ലേണിംഗ് എന്നുള്ളത് അവരെ സംബന്ധിച്ച് ലവ് ഫോർ ലേണിംഗ് ആയിരിക്കും. ട്രഡീഷണൽ മെത്തേഡിൽ പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കും, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. ബട്ട് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ലേണിങ്ങിനോട് ഒരു ഭയങ്കര ലവ് ആയിരിക്കും. ട്രഡീഷണൽ സ്കൂൾസിൽ ഇതെല്ലാം ആ ഒരു കുട്ടിക്ക് ഒരു ഗ്രേഡ് കാർഡ് ഉണ്ടായിരിക്കും. അതിൽ മാർക്ക് കുറവായി കാണുമ്പോൾ ഭയങ്കരമായിട്ട് കുട്ടി ഡൗൺ ആയി പോകും. അപ്പൊ ലവ് ഫോർ ലേണിംഗ് അത് കുട്ടികളിൽ വരണമെന്നില്ല. എപ്പോഴും ഇവരുടെ പെർഫോമൻസ് എല്ലാം ഒരു ഗ്രേഡ് കാർഡ് പോലെ അതിനകത്ത് മാർക്ക്, ഗുഡ് മാർക്സ്, അങ്ങനെ ഗുഡ് എന്നൊക്കെ അങ്ങനെയൊക്കെ പോയിന്റ് ഇടും, ഗ്രേഡ് കാണിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. സോ ഇതൊക്കെയാണ് ഒരു മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ആ യൂണിറ്റിൽ അതാണ്. നെക്സ്റ്റ് നെക്സ്റ്റ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്ററിന് എടുക്കാം. ഇത് ഓക്കെ അല്ലേ ഈ ഒരു ലെസൺ? ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് കംസ് നമ്മളിനി യൂണിറ്റ് 3 ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഓക്കെ. സോ നമ്മൾ മറിയ മോണ്ടിസോറിയെ പറ്റി പറഞ്ഞു. അവർ എന്തുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്യാനുണ്ടായിരുന്ന കാരണം, അവർ വേൾഡിലെ പീസ് ആൻഡ് ഹാർമണി ആഗ്രഹിച്ചു. കാരണം 2 വേൾഡ് വാറിന്റെ ആഫ്റ്റർ എഫക്ട്സ് കണ്ട് അവർക്ക് മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ യൂത്ത് നശിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. സോ നല്ലൊരു ഫ്യൂച്ചറിനെ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അത് കുട്ടികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടുന്ന എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ അവരുടെ ഓൾമോസ്റ്റ് ഒരു അവരുടെ ഡെത്ത് ആകുന്നവരെയും അവർ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ത്രൂ ഔട്ട് ദ വേൾഡ്, അവരുടെ സ്ഥലത്ത് മാത്രമല്ല എല്ലായിടത്തും വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ആയപ്പോ ഈ മെത്തേഡ് ഡിസൈൻ ചെയ്യാൻ നേരത്ത് പല കാര്യങ്ങളും ഇവർ ഒബ്സർവ് ചെയ്തു. കുട്ടികളുടെ ഡെവലപ്മെന്റ് നാച്ചുറൽ ആണെന്നുള്ള രീതിയിൽ അവർ ഒബ്സർവ് ചെയ്തു. അപ്പൊ ഇതാണ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. അപ്പൊ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി എൻവയോൺമെന്റ് അതിലൊരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കിട്ടുന്ന ഫ്രീഡം, അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫ്രീഡം, അല്ലെ? അപ്പൊ ഈ എൻവയോൺമെന്റ് തന്നെ ബർത്ത് തുടങ്ങിയ ഒരു 3 years വരെയും കുട്ടി വീട്ടിൽ തന്നെയായിരിക്കും. വീട്ടിലുള്ളവരുടെ കെയറിലായിരിക്കും കുട്ടി വളരുന്നത്. അപ്പൊ ആ വീട്ടിലെ അറ്റ്മോസ്ഫിയർ കുട്ടിയുടെ ഡെവലപ്മെന്റിന് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കണം. ആഫ്റ്റർ 3 years കഴിയുമ്പോഴാണ് ഈ എൻവയോൺമെന്റിന് വേറെ 2 ഫേസും കൂടെ വരുന്നത്. ഒന്ന് ഏതായിരിക്കും? വേറെ 2 ഫേസ് ഏതായിരിക്കും? വീടല്ലാതെ വരുന്ന 2 ഇടങ്ങൾ ഏതാ? കുട്ടി ഒരു 3 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ചെന്നെത്തുന്നത് സ്കൂള്, അപ്പൊ സ്കൂളുകളിലേക്ക് എത്തുന്നു, അല്ലെ? നമുക്ക് ജനറലി സ്കൂൾ തന്നെ പറയാം. പ്രീ സ്കൂൾ ആകാം, അംഗൻവാടി ആകാം, വട്ടവർ. ഇനി മൂന്നാമത്തെ ഇടം എന്ന് പറയുന്നത് സൊസൈറ്റി, അല്ലെ? പലപ്പോഴും സോഷ്യലൈസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ 3 സ്ഥലങ്ങൾ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിഫറൻസസ് വരും. മോണ്ടിസോറി പറയുന്നത് ആഫ്റ്റർ 3 years ആണ് ഇവരുടെ കോൺസെൻട്രേഷൻസ് കൂടുന്നത്, കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ആയി വരുന്നത്. അതിന് മുമ്പ് വരെ ഒരു അൺകോൺഷ്യസ് മൈൻഡ് എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ലൈക്ക് നമുക്ക് 3 വയസ്സിന് താഴെയുള്ള പല കാര്യങ്ങളും അത്ര ഓർമ്മയില്ല, അല്ലെ? ആഫ്റ്റർ 3 years നമുക്ക് പലതും നമ്മുടെ ഓർമ്മയിലുണ്ട്. സോ ആ ഒരു മെമ്മറി ഡെവലപ്പ് ചെയ്യുന്നതും ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് എല്ലാം കൂടുന്നത് ആഫ്റ്റർ 3 yearsലാണ്. സോ ദാറ്റ് മീൻസ് സ്കൂൾ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. ആ ഒരു എൻവയോൺമെന്റ് എന്നുള്ള അതിലെ ഒരു ഇമ്പോർട്ടന്റ് ഫേസ് തന്നെയാണ് സ്കൂൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫാക്ടറാണ് ഫ്രീഡം. അപ്പൊ എൻവയോൺമെന്റും നല്ല രീതിയിലാണെങ്കിലും ശരിയായ രീതിയിലുള്ള ഫ്രീഡം കിട്ടിയാൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നടക്കുന്നതാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. അപ്പൊ മോണ്ടിസോറി ഇത് അനിമൽ ബേബീസും അതുപോലെ തന്നെ ഹ്യൂമൻ ബേബീസിനെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തു. നിങ്ങൾക്കൊന്ന് പറയാമോ, വാട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അനിമൽ ബേബീസ് ആൻഡ് ഹ്യൂമൻ ബേബീസ്? ആഫ്റ്റർ ബർത്ത് ഇവര് രണ്ടുപേരും എങ്ങനെ, ജസ്റ്റ് ജനിച്ച ഉടനെ എങ്ങനെയായിരിക്കും ഒരു അനിമൽ ബേബി, അല്ലെങ്കിൽ അനിമൽ ബേബി ഒരു ഹ്യൂമൻ ബേബി?
ആനിമൽ ബേബി കറക്റ്റ് ആയിട്ട് അതിന്റെ നടന്നു എണീറ്റിട്ടും അങ്ങനെ സ്വയം അവര് ചെയ്യാണ്. കാരണം കൂടെ അവരെ ഒന്ന് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ അവരെ മദറിന് അങ്ങനെ സാധിക്കുന്നില്ല. അപ്പൊ അവരെ ഒരു ഇതനുസരിച്ച് അവര് തന്നെ എഴുന്നേൽക്കുന്നു, പതുക്കെ പതുക്കെ കാല് വെച്ച് നടക്കാൻ തുടങ്ങുന്നു. അതുപോലെ ഫീഡിങ് ആയാലും അവർ സ്വയം എടുക്കുന്നു. അങ്ങനെ സ്വയം എടുക്കുക വെച്ചാൽ അമ്മയുടെ പാല് കുടിക്കുകയാണെങ്കിൽ സ്വയം വന്ന് കുടിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അതുപോലെ പുല്ലൊക്കെ കഴിക്കാൻ തുടങ്ങിയാൽ അവർ സ്വയം അതുപോലെ എടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും അനിമൽസ് സ്വയം അവർക്ക് സ്വയം ആ കഴിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതെ, ഒരു പശുക്കിടാവ് പശു പ്രസവിച്ച് ആ കിടാവ് അതങ്ങ് പതുക്കെ അതിന്റെ 4 കാല് കുത്തി നിൽക്കാൻ നോക്കും. ആഫ്റ്റർ ബർത്ത് ഉടനെ തന്നെ അത് സംഭവിക്കുക. എന്നിട്ട് അത് വേച്ച് നടക്കും, പിന്നെ അത് ശരിയായി നടക്കും, പിറ്റേ ദിവസം അത് ഓടാൻ തുടങ്ങും. ആ രീതിയിൽ. പക്ഷെ ഹ്യൂമൻ ബേബീസ് എത്ര ടൈം എടുത്തിട്ടാണ് ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് വരുന്നത് അല്ലെ? അതുപോലെ തന്നെ ഈ കടലാമകള് അവര് ബീച്ച് സൈഡിൽ വന്ന് ആ സാൻഡിലാണ് മുട്ടയിടുന്നത്. മുട്ടയിട്ടിട്ട് അവരങ്ങ് പോകും. ഈ മുട്ട വിരിയുന്ന കുഞ്ഞുങ്ങൾക്ക് അവരോട് ആരും പറഞ്ഞിട്ടില്ല. അവര് നേരെ കടലിലേക്ക് ഇറങ്ങി പോകുന്നത്. അവിടെയാണ് അവരുടെ വീട്, അവിടെയാണ് അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അവരോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് തന്നെ നടന്നു. ഓക്കെ. പിന്നെ ശരിക്കും പക്ഷികളില് മുട്ടയിടുന്ന പക്ഷികളില് എല്ലാം തന്നെ ഇങ്ങനെ കുയിലൊക്കെ ഒരു ഓപ്ഷണൽ കേസ് ആണ് കേട്ടോ. ഇത് മുട്ടയ്ക്ക് അവരെ മുട്ട വിരിയുന്നവരെയും കുഞ്ഞൊരുവിധം പറക്കുന്നത് വരെയും അതിനെ ഫീഡ് ചെയ്യുന്ന അതുണ്ട് കിളികളില്. പിന്നെ ഇങ്ങനെ റിസർച്ചുകൾ പറയുന്നത് ഡിനോസേഴ്സിന്റെ കാര്യം. അതുങ്ങള് മുട്ടയിടുമായിരുന്നല്ലോ. അപ്പൊ ഇവര് ഈ മുട്ടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് അവര് പോകും. ഈ കുട്ടികൾ തന്നെയാണ് വളർന്നു വരുന്നതെന്നാണ് പറയുന്നത്. ഡിനോസേഴ്സ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് അവരിപ്പം ലോകത്തില്ല, ബട്ട് അങ്ങനെയാണ് അവരെന്നുള്ള കാര്യത്തിലാണ് പറയുന്നത്. സിമിലർലി ഈ കാങ്കുരുവിന്റെ പ്രത്യേകത എന്താ? യെസ്, അതിനൊരു പൗച്ച് ഉണ്ടല്ലേ, അതിന്റെ ആ അബ്ഡോമന്റെ ഭാഗത്തായിട്ട് ഒരു പൗച്ച് ഉണ്ട്. അത് അതിന്റെ കുഞ്ഞിന് ഇരിക്കാനുള്ളതാണ്. ഈ ജനിച്ച കുഞ്ഞിന് അവിടെ ആരും പറയുന്നില്ല പൗച്ച് നിനക്ക് ഇരിക്കാനുള്ളതാണ്. ഈ കുഞ്ഞ് അതിലേക്ക് ജമ്പ് ചെയ്ത് ആ പൗച്ചിൽ ഇരിക്കും. അതൊന്നും അവരോട് ആരും പറഞ്ഞു കൊടുത്ത് അതിനെ കൊണ്ടുപോയി അതിന്റെ ഉള്ളിൽ കൊണ്ട് ഇരുത്തുന്നൊന്നുമില്ല. തന്നെത്താനെയാണ് ആ കുഞ്ഞുങ്ങളെല്ലാം ആ ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പൊ മറിയാം മോണ്ടിസോറി പറയുന്നത് ഇപ്പൊ അമ്മയുടെ വോമ്പില് ഇപ്പോ മെയിൽ സ്പേമും ഫീമെയിൽ എഗ്ഗും കൂടെ അത് ജോയിൻ ആയിട്ട് ഈ ഒരു ഭ്രൂണാവസ്ഥയില് ഒരു ജീവന്റെ തുടിപ്പ് ഉണ്ടാവുമല്ലോ. അതിന് ഒരു ഷേപ്പ് ഒന്നും ആയിട്ടുണ്ടാവില്ല. ഒരു 7 months ഒക്കെ ആകുമ്പോഴേക്കാണ് ഒരു ഫുൾ കൈയും കാലും എല്ലാ രൂപങ്ങളും കറക്റ്റായി ഒരു കുട്ടിയുടെ രൂപമായി മാറുന്നത്. അപ്പൊ അതിനു മുമ്പ് അതൊരു എംബ്രിയോ സ്റ്റേജിലാണ്, ഒരു ഭ്രൂണാവസ്ഥ എന്ന് നമ്മൾ പറയും. ഈ എംബ്രിയോ സ്റ്റേജിലുള്ള ആയത് 9 months കൊണ്ട് എല്ലാ ഫോമും ബോഡി പാർട്സും ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ ഓർഗൻസും എല്ലാമായി പൂർണ്ണ വളർച്ചയായി കഴിയുമ്പോഴേക്കും അത് ഡെലിവർ ആകും, പുറത്തേക്ക് വരുന്നു കുട്ടി. ഈ പുറത്തേക്ക് വരുമ്പോഴും ഈ കുട്ടിക്ക് ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ മൈൻഡ് ആൻഡ് ബോഡി ഉണ്ടല്ലേ, ബോഡി എല്ലാമായിട്ട് പുറത്തേക്ക് വരുന്നു. പക്ഷേ മറിയം മോണ്ടിസോറി പറയുന്നത് അപ്പോഴും ഹ്യൂമൻ ബേബീസിന്റെ മൈൻഡ് ഒരു എംബ്രിയോ സ്റ്റേജിലായിരിക്കും, ഒരു ഭ്രൂണാവസ്ഥയിലായിരിക്കും. അത് ഡെവലപ്പ് ആയിട്ടില്ല എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. സോ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ അനിമൽ ബേബീസും ഹ്യൂമൻ ബേബീസും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് മറിയം മോണ്ടിസോറി പറയുന്നത്. അനിമൽ ബേബീസ് ബൈ ബർത്ത് തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഡെവലപ്പ് ആയിട്ട് വരുന്നു. അതേസമയം ഹ്യൂമൻ ബേബീസിന് പല ആക്ടിവിറ്റീസ് ചെയ്യാനും അവർക്ക് സപ്പോർട്ട് വേണം. സപ്പോർട്ട് കുറെ നാൾ അവർ ഡിപ്പെൻഡ് ചെയ്യും, ആളുകളെ ഡിപ്പെൻഡ് ചെയ്യൂലേ. ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴേക്കായിരിക്കും ഒരു ഓട്ടോണമി ഇൻഡിപെൻഡൻസ് കാണിച്ചു തുടങ്ങുന്നത് അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഇവരുടെ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. ഓക്കെ. ഫസ്റ്റ് അവര് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരുടെ കെയർ ഗീവർ മദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ കേസ് മദറിന്റെ ഒരു അഭാവത്തിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. അവരുടെ സപ്പോർട്ടോട് കൂടിയായിരിക്കും അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് നമ്മളുടെ പല സൈക്കോ അനാലിസ്റ്റുകളും ചൈൽഡ് ഡെവലപ്മെന്റിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പിയാഗെറ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിയാഗെറ്റ് ചൈൽഡ് ഡെവലപ്മെന്റിനെ 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എറിക് എറിക്സണും അതിനെ 8 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവര് രണ്ടുപേരും എല്ലാരും ചൈൽഡ് ഡെവലപ്മെന്റിനെ ഏജ് സ്പാൻ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ എറിക് എറിക്സൺ പറയുന്നുണ്ട് ബർത്ത് തുടങ്ങി ഒരു 1.5 വയസ്സ് വരെ കുട്ടികള് ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ്. പക്ഷെ അവർക്ക്
കെയർ ഗീവർ അല്ലെങ്കിൽ മദർ ആയിരിക്കും അവരെ ഫീഡ് ചെയ്യുന്നത്, അവരെ കെയർ ചെയ്യുന്നത്, ഉറക്കുന്നത്, അവരെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്യുന്നത് എല്ലാം ആ സമയത്ത് അമ്മ അല്ലെങ്കിൽ കെയർ ഗീവർ നമുക്ക് ജനറലി പറയാം. അപ്പൊ ഈ കെയർ ഗീവർ എല്ലാം സമയത്ത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടി ഭയങ്കര ഹാപ്പി ആവും. അത് ഒരു സേഫ് ആൻഡ് സെക്യൂർ ഫീൽ അതിനുണ്ടാകും. പിന്നെ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കെയർ ഗീവറോടൊരു ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ടാവും, ട്രസ്റ്റ്, അവർ തമ്മിലൊരു ട്രസ്റ്റ് ഫോം ചെയ്യും. അതേസമയം കെയർ ഗീവർ ഇതിൽ ഫെയിൽ ആവുകയാണ്, കുട്ടിക്ക് എല്ലാം സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ഫെയിൽ ആവുകയാണെങ്കിൽ അവിടെ ഒരു ഇൻസെക്യൂർ ഫീൽ, അത് അൺസേഫ് ആയിട്ടൊക്കെ കുട്ടിക്ക് ഫീൽ ചെയ്യുന്ന പറയാ ചെറിയ പ്രായത്തില്. സോ അങ്ങനെ വരുമ്പോ ഒരു മിസ്ട്രസ്റ്റ് ഫോം ചെയ്യും, ഒരു വിശ്വാസമില്ലായ്മ ഈ കെയർ ഗീവറുമായിട്ട്. അങ്ങനെ ഓരോ ഏജ് സ്പാനിനെയും ഓരോ രീതിയിൽ തന്നെ അത് എറിക്സൺ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ക്ലാസ്സിൽ എടുത്തിട്ടായിരുന്നു. ചൈൽഡ് ഡെവലപ്മെന്റ് പാർട്ട് 2 എവിടെ വരെയായി? കംപ്ലീറ്റ് ആയില്ല. കംപ്ലീറ്റ് ആയോ? പാർട്ട് 2 കഴിഞ്ഞോ? ഇപ്പോ പാർട്ട് 3ഉം 4ഉം ആണ് എടുത്തോണ്ടിരിക്കുന്നത്. ഓ, പാർട്ട് 3 ഞാനിപ്പോ പാർട്ട് 3 വേറെ ആരെങ്കിലും എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഇല്ല മാം, മാം മാത്രം എടുക്കുന്നു. ആണോ? പാർട്ട് 4 ആരെടുക്കുന്ന? മിസ് ആണോ? പാർട്ട് 4 ആണ് അശ്വതി മിസ്സും അപർണ മിസ്സും എടുക്കുന്നത്. പാർട്ട് 3 ജിഷ മാം മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം നമ്മുടെ പിയാഗറ്റും എറിക്സണും പറഞ്ഞ കാര്യങ്ങൾ. കാരണം നമുക്ക് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് നമുക്ക് നല്ലപോലെ മനസ്സിലാകണമെങ്കിൽ അവരുടെ കുറച്ച് ഒബ്സർവേഷൻസ് പറയാം. ഞാൻ ഇവരുടെ പേരുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാം ഇവരുടെ ലോസിനെ കുറിച്ച് ചെറിയൊരു ക്ലാസ് ഒക്കെ മുന്നേ നമ്മുടെ പാർട്ട് 2 പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ട്. ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ശരിക്കും ഓരോ ഏജിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവരെല്ലാരും ചൈൽഡ് ഡെവലപ്മെന്റിന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുട്ടികളില് ഡിപ്പെൻഡൻസി ഉണ്ട്, അത് കഴിയുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങുന്നു. അത് കഴിയുമ്പോൾ അവരുടെ അഡോളസൻസ് പ്രായത്തിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് എന്താ പറയാ, ഈ കൂടുതൽ കാര്യങ്ങള്, ഇൻഫർമേഷൻസ്, നോളജ് അതെല്ലാം അക്യൂർ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ അത് അക്യൂർ ചെയ്ത് കുട്ടികള് അച്ചീവ്മെന്റിലേക്ക് പോകുന്ന കുട്ടികൾ ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് പാരന്റ്സും ടീച്ചേഴ്സും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കുട്ടി ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുന്നത്. അതേസമയം ഈ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർ ഇൻഫീരിയർ ആയിട്ട് മാറും. ഇതൊക്കെ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഏജിലുള്ള കുട്ടികളുടെ കാര്യം. പിന്നെ അഡോളസൻസ് കഴിഞ്ഞിട്ട് അവർ യങ് അഡൾട്ട്ഹുഡിലേക്ക് ഒരു 19 ഇയേഴ്സ് തുടങ്ങി ഒരു 40 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും അവർക്കൊരു ഇന്റിമസി ഒക്കെ തുടങ്ങും. ലൈക്ക് ഒരു കമ്പാനിയൻ വേണം, മീൻസ് മാരേജ് റിലേഷൻഷിപ്പ് അത് അതുള്ള പ്രായം എന്ന് പറഞ്ഞാൽ 1940 ആ ഒരു ടൈമിന്റെ ഇടയ്ക്കായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് ഒരാളോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഒരു ഇന്റിമസി അവർ കീപ്പ് ചെയ്യുന്നു, ലൈക്ക് അങ്ങനെ പോകും. ശരിക്കും പലരും പറയുന്നത് ഒരു 24 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് ബ്രെയിൻ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ആകുന്നത് മനുഷ്യന്റെ. അത്രയും നമ്മൾ ആലോചിച്ചു, ബർത്ത് തുടങ്ങി 24 ഇയേഴ്സ് വേണ്ടി വരുന്നു നമ്മളുടെ ബ്രെയിൻ പൂർണ്ണമായും ഡെവലപ്പ് ആകാൻ. അതായത് മനുഷ്യന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു പാർട്ട് അത് ഡെവലപ്പ് ആകുന്നത് ശരിക്കും ഒരു 24 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴാണ്. ശരിക്കും ഒരു ലവ് റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാനുള്ള ഒരു എക്സാക്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ 24 ഇയേഴ്സ് തന്നെയാണ്. മെച്യൂർ ആയിട്ടുള്ള ഒരു ബന്ധം ഏതാണ് ശരിയെന്ന് ആ ആൾക്ക് നല്ലപോലെ മനസ്സിലാകുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ആ ഒരു 24 ഇയേഴ്സ് ആണ്. അതിന് മുമ്പൊക്കെ ഒരു മെച്യൂർ അല്ലാത്ത രീതിയിൽ സ്കൂൾ കാലഘട്ടത്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേ ബി ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം, ചിലതൊക്കെ അത് സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ പോയി മാരേജ് ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് മോസ്റ്റ്ലി നടക്കുന്നത് എന്താ, ബ്രേക്കപ്പ് വന്നു വരുമ്പോ എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്, അവിടെ ഡിപ്രഷൻ വരുന്നു. കൂടുതലും ഡിപ്രഷനിലേക്ക് പോകുന്നത് ബോയ്സ് ആയിരിക്കും. പിന്നെ ചിലത് വയലന്റ് ആവുന്നു. വയലന്റ് ആവുക ഇൻ ദ സെൻസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടരുതെന്നുള്ള ആ ഒരു തോട്ട് വന്നിട്ട് ആസിഡ് അറ്റാക്ക്, കത്തിക്കുത്ത്, പെട്രോൾ ഒഴിച്ച് കത്തിക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുവാണല്ലോ. സോ ഇത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ആ ഒരു ഭാഗം ഡെവലപ്പ് ആയിട്ടില്ല. ഇത് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് പറ്റണം. ആ ഒരു നിങ്ങൾ പഠിച്ചിട്ടില്ലേ വെൽനെസ്സിലെ ഫസ്റ്റ് യൂണിറ്റില് വെൽനെസ്സിൽ വരും ഇമോഷണൽ വെൽനെസ് എന്നൊരു ഫാക്ടർ ഉണ്ട്. പക്ഷെ നമ്മൾക്ക് ഒരാള് വെൽ ബീയിങ് ആണെന്ന് പറയണമെങ്കിൽ അയാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മാത്രം പോരാ, അയാള് വെൽ ബീയിങ് ആയിട്ട് ബിഹേവ് ചെയ്യണം. ലൈക്ക് അയാൾക്ക് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റണം, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം.
സോ ദാറ്റ് ഈസ് ഇമോഷണൽ വെൽനെസ്. നമുക്ക് വെൽനെസ് പല ഫാക്ടറാണ്. അത് എക്കണോമി ഉണ്ട്, ഇവിടെ ഫിനാൻഷ്യലി നമുക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. സോ അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും എല്ലാ സൈഡിൽ നിന്നും നമുക്ക് വെൽനെസ് വരുമ്പോഴാണ് നമ്മൾ വെൽബീയിങ് ആവുന്നത്. ഈവൻ ക്ലൈമറ്റ് വരെ നമ്മളുടെ വെൽബീയിങ്ങിനെ അഫക്ട് ചെയ്യും. ചൂട് കൂടിയാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ട്, ഇറിറ്റേഷൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. അത് തണുപ്പ് കൂടിയാലും ഇതേ ഇഷ്യൂസ് തന്നെ വരും. അപ്പൊ അതുകൊണ്ട് ക്ലൈമറ്റ്, അതിപ്പോ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ക്ലൈമറ്റിക് വെൽനെസിനെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന്റെ വെൽബീയിങ് ആവാൻ പല പല ഫാക്ടേഴ്സ് വരാറുണ്ട്. ബട്ട് ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആകുന്നത് 24 ഇയേഴ്സ് ആകുമ്പോഴാണ്. ദാറ്റ് മീൻസ് ആ സമയത്താണ് നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഒരാൾ നമ്മളുടെ മുമ്പിൽ വന്ന് നിന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ സബ്മിസീവായി നിന്ന് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദെയർ ടെമ്പർ. നമ്മളും തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് ഷൗട്ട് ചെയ്ത് അത് എവിടെയും എത്തില്ല. നമ്മൾ കുറച്ചു നേരം സബ്മിസീവ് ആയിട്ട് നിൽക്കുമ്പോഴേക്കും അയാൾ അങ്ങ് ഒതുങ്ങും. പിന്നെ ലെറ്റ് ഹിം തിങ്ക് ഫോർ എ വൈൽ, അല്ലെങ്കിൽ പിന്നെ വിട്ട് കളയാം, അങ്ങനത്തെ ഒരു കേസസ്. ആ രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ദാറ്റ് ഇസ് അത് ഇമോഷണൽ കൺട്രോള് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഏജിലായിരിക്കും. മെയിൻലി പറയുന്നത് 24 ഇയേഴ്സ് ആണ്. 24 ഇയേഴ്സ് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടി ജനിച്ച് അതിന്റെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, 10th കഴിയുന്നു, 12th കഴിയുന്നു, ഗ്രാജുവേഷൻ, PG, ഇത്രയും കഴിയുമ്പോഴേക്കും 24 ഇയേഴ്സ് ആയി. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം ഫോർ എനി ലവ് റിലേഷൻഷിപ്പ് ഞാൻ പേഴ്സണലി പറയും. അത് അങ്ങനെ തന്നെയാണ് കേട്ടിട്ടുള്ളത്. ഓക്കെ, സോ അപ്പൊ നോക്കൂ, ആ ഒരു ബ്രെയിനിന്റെ ആ ഒരു പാർട്ട് ഡെവലപ്പ് ആകാൻ 24 ഇയേഴ്സ് എടുക്കുന്നു മനുഷ്യനില്. ഇതാണ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റില്. ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് വരണം എന്ന് മറിയ മോണ്ടിസോറി പറയുവാണ്. റിക്സന്റെയും പിയാഗറ്റിന്റെയും ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ വായിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട് ചൈൽഡ് ഡെവലപ്മെന്റ്. എറിക്സൺ സൈക്കോ സോഷ്യൽ എന്നുള്ള രീതിയിൽ ഡെവലപ്മെന്റിനെ പറഞ്ഞു. സിഗ്മണ്ട് ഫ്രോയിഡ് ആണെങ്കിൽ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ആണ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് ഓരോ ഏജിലും ഒരു സെക്ഷുവൽ ഡിസയർ എന്നുള്ള രീതിയിൽ കുട്ടിക്ക് പല ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്നുണ്ടെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴുള്ളത് ഉള്ള റിസർച്ചേഴ്സും അനലിസ്റ്റുകളും എല്ലാം ഇതിനെ പല രീതിയിലും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ഓരോ ലോസ് മീൻസ് ഈ ഒരു ഒബ്സർവേഷൻസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം എറിക്സൺ വളരെ സോഷ്യലൈസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം മോർ സോഷ്യലൈസേഷൻ ഇംപ്രൂവ് ദ ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നത്. പിയാഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഓരോരോ സ്റ്റേജും ഓരോരോ ഡെവലപ്മെന്റും ഇത്ര പ്രായത്തിൽ തന്നെ നടക്കും. അതിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അദ്ദേഹം ഓരോ സ്റ്റേജും, അദ്ദേഹം 4 സ്റ്റേജ് ആയിട്ടാണ് എഴുതിയത്, 4 സ്റ്റേജും പറഞ്ഞത്. പിയാഗറ്റ് ഒരു ലോൺലി ചൈൽഡ് ആയിരുന്നു എന്നാണ് റിസർച്ചേഴ്സിന്റെ ഒരു കണ്ടുപിടുത്തം. അദ്ദേഹം ഒരു ഒറ്റ കുട്ടിയായിട്ട് വളർന്ന ആളാണ്, അധികം സോഷ്യലൈസ് ചെയ്തൊന്നുമല്ല വളർന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് അങ്ങനെ. സിഗ്മണ്ട് ഫ്രോയിഡ് അത് സെക്ഷുവൽ ഇതുമായിട്ട് കമ്പയർ ചെയ്താണ് കുട്ടിയുടെ ഡെവലപ്മെന്റ് പറയുന്നത്. കുട്ടി ചെറുപ്പത്തില് പാല് സക്ക് ചെയ്യുന്നു, അപ്പം മൗത്താണ് ആ ഒരു ഡിസയർ, ആ സാറ്റിസ്ഫാക്ഷന്റെ ഒരു ഓർഗൺ ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. നെക്സ്റ്റ് ഏജ് ആയപ്പോഴേക്കും ഇത് യൂറിൻ പാസ് ചെയ്യുന്നതും മോഷൻ പാസ് ചെയ്യുന്നതിലൂടെ കുട്ടി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവുന്നു. സോ ഏനൽ പാർട്ടാണ് കുട്ടിയുടെ ആ ഒരു ഡിസയറിന്റെ സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ഓരോ അഡോളസൻസ് ആവുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും സിഗ്മണ്ട് ഫ്രോയിഡ് അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരുടെയും ഒന്ന് സമയം കിട്ടുമെന്ന് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. സോ നമുക്കിവിടെ മറിയ മോണ്ടിസോറി ഇവരുടെ പല ഒബ്സർവേഷൻസും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ മെത്തേഡ് ഡിസൈൻ ചെയ്യുന്നതിന് ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിയാഗറ്റ് ഒക്കെ ആ ഒരു ടൈമിൽ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എന്താ പറയുന്നത്, ഫസ്റ്റ് 2 പാരഗ്രാഫ് ഓഡിയോ നല്ല ക്ലിയർ ആയിട്ടുള്ള ആരെങ്കിലും ഒന്ന് വായിക്കണേ. Have you noticed the difference between human babies and animal babies? Human babies seem to be more incapable than animals at birth. Animals can walk within hours after birth. Some can. ഇതെന്താ മാം വായിക്കുക? സ്ക്യൂം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേച്ച് പോവില്ലേ, നടക്കാൻ പറഞ്ഞു. സ്ക്യൂം. Around and creep like puppies. But human babies can
barely do anything at all. They cannot move on their own, and they are so helpless that they can't even lift their own head. They just lay there and cry. Sea turtles, newly devised on a beach, will naturally move towards the ocean. A joy climbs into its mother's pouch upon being born. They were be born like this. അടുത്ത പാരഗ്രാഫ് വായിക്കണം മാം. പാരഗ്രാഫ് വായിച്ചു അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ആ ജോയ് എന്നല്ലേ, JOEY ആണ്, JOEY ആണ്. അതായത് കാങ്കുറുവിന്റെ കിഡിന് പറയുന്ന പേരാ ജോയ്, JOEY. ഓക്കെ, ഒന്ന് കറക്റ്റ് ചെയ്തേക്കു. യെസ് പ്ലീസ്. It is because the animals have special attitude which help them for their development. In the human child, instinct has withdrawn to give place to something higher. To the brilliance and will of man, animals have merely to activate their instinct towards their specified behavior and their physic life അല്ലേ? സൈക്കിക് എന്ന് വെച്ചാൽ മൈൻഡാണ് ഉദ്ദേശിക്കുന്നത്. സൈക്കിക് എന്ന് പറഞ്ഞാൽ PHY വരും. സൈക്കിക് life is limited to this, but in man there is this other fact, the creation of human brilliance. But a human baby is not born with the intelligence. It develops as a result of the communication with its environment, and as the spiritual embryo unfolds, Montessori opined. ഒപ്പീനിയൻ പറഞ്ഞു, അതാണ് മീനിങ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ, ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിലുള്ള വ്യത്യാസം വിത്തിൻ അവേഴ്സ് ഓഫ് ബർത്ത്, ആ ബർത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ പതുക്കെ വേച്ചാണെങ്കിൽ, ഈവൻ ആനക്കുട്ടിയാണെങ്കിൽ പോലും, അത്ര വലിയ കുട്ടി ഉണ്ടായാൽ പോലും അങ്ങനെ ചെയ്യുന്നു, ക്രീപ്പ് എഴഞ്ഞും ഒക്കെ ചെയ്യുന്നു. ബട്ട് നമ്മൾക്ക് ഹ്യൂമൻ ബേബീസിന്റെ കാര്യത്തിൽ അറിയാം, അവര് ജനിച്ച ഉടനെ ശരിക്കും നോക്കുന്നത് പോലും അവരുടെ കറക്റ്റ് ആവില്ല അല്ലെ. എന്നിട്ട് അത് കറക്റ്റ് ആവാൻ സമയമെടുക്കുന്നു, നോക്കിച്ചിരിക്കുന്നു, അതിനും സമയമെടുക്കും. പിന്നെ അവര് ഒരു 3 months ഒക്കെ ആവുമ്പോഴല്ലേ കമിഴ്ന്ന് വീഴാൻ തുടങ്ങുന്നത് അല്ലെ. അതുവരെയും അവര് കൈകാലിട്ടടിക്കും, അവരുടെ ആ തൊട്ടിലിൽ കടന്നോ കട്ടിലിലോ ഒക്കെ കടന്ന് കൈകാലിട്ടടിക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ കമിഴ്ന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നീന്താനായിട്ട് തുടങ്ങും. നീന്തുന്ന വഴിക്ക് വല്ലതും എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടുന്നത് എടുക്കും, വായിൽ വയ്ക്കും, ആ പരിപാടിയൊക്കെ നിർത്തും. പിന്നെ പതുക്കെ മുട്ട് കുത്താനായിട്ട് തുടങ്ങും, പിന്നെ ഇരിക്കാനായിട്ട് തുടങ്ങും. പിന്നെ അത് കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ നോക്കും, നടക്കാനായിട്ട് നോക്കും. അപ്പൊ വീണ്ടും എണീച്ച് നടക്കും. പിന്നെ സ്റ്റെപ്സ് കയറാനായിട്ട് നോക്കും അല്ലെ. ആക്ച്വലി എന്റെ മോൻ ഒരു 8 months നടന്നതിന് ശേഷമാണ് ആ കുട്ടി ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പാറ്റേൺ എല്ലാവരിലും ഒരേപോലെ തന്നെ പോകണമെന്നില്ല, പക്ഷെ ജനറലി ഈ പാറ്റേൺ ഈ ഒരു രീതിയിലാണ് പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ പോകും. അപ്പൊ അത്രയും കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് സപ്പോർട്ട് കാര്യമായിട്ട് വേണം. അവർ ഹെൽപ്ലെസ് ആ. ഹ്യൂമൻ ബേബീസിൽ ഈവൻ തല പോലും ഉറക്കുണ്ടാവില്ല അവര് ജനിച്ച ഉടനെ. അത് കുറേ കാലം നമ്മളിങ്ങനെ നെക്കിന്റെ ഭാഗത്ത് സപ്പോർട്ട് കൊടുത്താണ് കുട്ടിയെ കൊണ്ടുപോകുന്നത്. അവരുടെ തല പോലും അവർക്ക് അങ്ങനെ തല പൊക്കി നോക്കാനും അങ്ങനത്തെ ഇതൊന്നും. പലപ്പോഴും കമഴ്ന്നിട്ട് തല ഇങ്ങനെ പൊക്കുമ്പോൾ പലപ്പോഴും അവരിങ്ങനെ വീഴാനായിട്ട് പോകും. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ കുറെ കാലം അവർ ഹെൽപ്ലെസ് ആണ്, ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ സീ ടേർട്ടിൽസിന്റെ കാര്യം പറഞ്ഞു. അവര് ബീച്ച് സൈഡില് ന്യൂലി ഡിവൈസ്ഡ് ഓൺ എ ബീച്ച് എന്ന് പറഞ്ഞാൽ ബീച്ച് സൈഡിൽ ഇവര് എഗ് ലേ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് എഴുതുന്നതിന് പകരം അപ്പൊ ഈ കുട്ടികൾ നാച്ചുറൽ ആയിട്ട് ഓഷ്യനിലേക്ക് തന്നെ, കടലിലേക്ക് തന്നെ അങ്ങ് ഓടിപ്പോകും. പിന്നെ കുട്ടി കാങ്കുരു അമ്മയുടെ പൗച്ചിലേക്ക് ജനിച്ച ഉടനെ തന്നെ ചാടി ആ പൗച്ചിനകത്ത് കയറി. അവരൊക്കെ അങ്ങ് ഡെവലപ്ഡ് ആയി. ദേ നോ വാട്ട് ടു ഡു. അവരുടെ തിങ്കിങ് തുടങ്ങി ജനിച്ച ഉടനെ തന്നെ. ബട്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കുറേ ടൈം എടുക്കും. ഈവൻ കുട്ടിയെ വളരെ കെയർ ചെയ്യുന്ന അമ്മ അല്ലെങ്കിൽ കെയർ ഗീവർക്കായിരിക്കും അതൊക്കെ പലതും മനസ്സിലാക്കുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ പലതും മനസ്സിലാക്കാൻ തന്നെ നമുക്ക് ടൈം എടുക്കാറുണ്ട്. അപ്പം അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി അവരുടെ ആ ഒരു തിങ്കിങ് പ്രോസസ്, ഓരോ ആക്ഷൻസ് ചെയ്യുന്നതും എല്ലാം ഡെവലപ്ഡ് ആയി കഴിഞ്ഞു. പക്ഷെ മനുഷ്യക്കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു എംബ്രിയോ സ്റ്റേജിലാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അവരുടെ ആ സൈക്കിക് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതായത് ഒരു കുഞ്ഞ് അമ്മയുടെ വോമ്പിനകത്ത്
ഇങ്ങനെ ഒരു ജീവന്റെ തുടുപ്പായിട്ട് തുടങ്ങുന്ന പോലെ ഇത് ബേർത്തിന് ശേഷം ഇവരുടെ സൈക്കിക് ലൈഫ് മൈൻഡ് അതുപോലെ ആയിരിക്കുക ഭ്രൂണാവസ്ഥയിലാണ്. അത് ഇനി പതുക്കെ 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 എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യണമെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. പിന്നെ കുറെ കാലം ഡിപ്പെൻഡ് ചെയ്യുന്നു, പ്ലസ് ആണ്, പലരുടെയും സഹായത്തോടു കൂടിയാണ് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ പതുക്കെ പതുക്കെ സെൽഫ് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് നെക്സ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് ആരെയും വായിക്കണം. അതിനു മുമ്പ് ഈ സ്പിരിച്വൽ എംബ്രിയോ ഡെവലപ്പായി വരണം. ഈ ഡെവലപ്പായി വരണമെങ്കിൽ കുട്ടികൾക്ക് വേണ്ടുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റും ഫ്രീഡും അത് കറക്റ്റ് ആയിട്ട് കിട്ടണം. അത് മാത്രമല്ല, ഈ ഒരു സ്റ്റേജിൽ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു സെൻസിറ്റീവ് പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ശ്രദ്ധ പോകും, എന്തെങ്കിലും കാണുവാണെങ്കിൽ അങ്ങോട്ട് ശ്രദ്ധ പോകും, അങ്ങനെ എല്ലാം എന്തെങ്കിലും തൊടുമ്പോ പിന്നെ അത് നോക്കിക്കൊണ്ട് കുറെ നേരം ഇരിക്കും. അപ്പൊ അങ്ങനെ ഒരു സെൻസിറ്റീവ് പീരീഡ് ആണ് ഇവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്യുന്നു പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഇവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാ ഈ ഇവര് സെൻസസ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ അബ്സോർബൻ മൈൻഡ് ആണ്. ഒരു സ്പഞ്ച് ഒരു വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളം വലിച്ചെടുക്കുന്ന പോലെ തന്നെ ഈ കുട്ടികളുടെ മൈൻഡ് അതങ്ങ് അബ്സോർബ് ചെയ്യും. നമ്മൾ കുറച്ചൊന്ന് മെച്യൂർ ആയി ഇത്തിരി പ്രായമായി പോകുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യാ, എന്തെങ്കിലും കേൾക്കുകയോ കാണുകയോ ചെയ്താൽ നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ അങ്ങ് വിട്ടേക്കും അല്ലെ. ഇവരങ്ങനെയല്ല, എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു അതോ അവരുടെ മൈൻഡിലേക്ക് അങ്ങ് രജിസ്റ്റർ ആവുക ചെയ്യുന്നത്. അതല്ലേ പറയുന്നത്, കുട്ടികളുടെ മുമ്പിൽ വെച്ചൊന്നും പറയരുത്, പാരന്റ്സ് വഴക്കെടുക്കും, ദാറ്റ് വിൽ എഫക്ട് കിട്ടും. പാരന്റ്സ് തമ്മിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോഴേക്കും ഇത് കുട്ടിയെ വല്ലാതെ ബാധിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഓക്കെ, ആരാ ഇനി ഒരു പാരഗ്രാഫ് വായിക്കുക? 2 പാരഗ്രാഫ് വായിക്കാനുണ്ടോ? യെസ്, അടുത്ത പാരഗ്രാഫും കൂടെ വായിക്കാം. പിന്നെ നമുക്കൊരു ഫ്ലോ ഡയഗ്രാം പോലെയാണ്. സോ പ്ലീസ്. ഞാൻ വായിക്കാം. For the child to self-build himself, she concluded that the child must possess with the determined psyche pattern, which is not visible at birth. She referred to them as the spiritual embryo. Montessori believed that for the psyche pattern to reveal itself, 2 conditions must be fulfilled. First, surroundings. He needs to collaborate with his environment to understand or come to terms with the limit of his universe. Second, he needs freedom to reveal himself. If these 2 conditions are absent, the psychic life of the child will not reach its potential and his personality will be stunted. Therefore, the child must also develop a sensitive period and absorbed mind. Next. Montessori described this spiritual embryo on the predetermined psychic pattern as a set of laws, the laws of natural development. These are the inborn powers which make the helpless human babies into the most powerful species on earth. Yes. So whatever it be, ഹെൽപ്ലെസ് ആയിട്ട് കുറെ നാള് ജനിച്ച ഉടനെ ആയാലും അവര് പിന്നീട് ഡെവലപ്ഡ് ആയിട്ട് മോസ്റ്റ് പവർഫുൾ സ്പീഷീസ് ആയിട്ട് മാറുവാണ്. ഡെഡ്ലി സ്പീഷീസ് എന്നൊക്കെ ചില സമയത്ത് ഹ്യൂമണിനെ പറയും, പേടിക്കേണ്ട ഒരു സ്പീഷീസും കൂടിയാണ് ഹ്യൂമൻ. അതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ. ഈവൻ അറ്റോമിക് ബോംബ്. മൃഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് അതല്ല, അവർക്ക് അവരുടെ ബോഡി സ്ട്രെങ്ത് കൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ മനുഷ്യൻ മനസ്സുകൊണ്ട് പലതും കണ്ടുപിടിച്ചിട്ടാണ് ഈ പറയുന്ന യുദ്ധങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ടൊരു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്പീഷീസ് ഹ്യൂമൻ ബീയിങ് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടി ഇങ്ങനെ സെൽഫായിട്ട് ബിൽഡ് ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞു 2 കണ്ടീഷൻസ് അത് ഫുൾഫിൽ ആവണം. വൺ ഇസ് സറൗണ്ടിങ്സ്, ദാറ്റ് ഇസ് ദ എൻവയോൺമെന്റ്. ആ എൻവയോൺമെന്റ് 3 ഫേസസിലേക്ക് പോകും ആഫ്റ്റർ 3 years. ഒന്ന് ഹോം, ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ സൊസൈറ്റി. കുട്ടി ജീവിക്കുന്ന ഇടം, സ്കൂളും വീടും അല്ലാതെ കുട്ടി പോകുന്ന മൂന്നാമത്തെ. ഈ 3 എൻവയോൺമെന്റ് ഫേസസും പോസിറ്റീവായ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ ഒട്ടും പേടിക്കേണ്ടതില്ല. വീട്ടിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ, സ്കൂളിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ, സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ ഡെവലപ്പ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഹി നീഡ് ഇനഫ് ഫ്രീഡം. അതിന്റെ അർത്ഥം എല്ലാ ഫ്രീഡവും കൊടുത്ത് കുട്ടിയെ വിടുക എന്നുള്ളതല്ല.
ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്ന് മോണ്ടിസോറി പറയും. നമ്മൾ കുട്ടികൾക്ക് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ ഈ സർക്കിളിന്റെ കൺട്രോൾ നമ്മളുടെ കയ്യിലായിരിക്കണം. സിറ്റുവേഷൻസിനനുസരിച്ച് സർക്കിളിന്റെ ആ ഒരു ഡയമീറ്റർ, ആ ഒരു വട്ടം, ആ ഒരു സ്പേസ് നമുക്ക് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. ദാറ്റ് ഇസ് അപ് ടു അസ് എന്ന് തന്നെ പറയും. നമ്മളാണ് തീരുമാനിക്കുന്നത് ഫ്രീഡം എത്രത്തോളം അവർക്ക് കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, സോ സെക്കൻഡ്, ഹി നീഡ്സ് ഫ്രീഡം ടു റിവീൽ ഹിംസെൽഫ്. കാരണം എന്താണെന്ന് വെച്ചാല് കുട്ടികളൊരു അഡോളസെന്റ് പ്രായമൊക്കെ എത്തുമ്പോഴേക്കും അവരുടെ ധാരണ ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങളിപ്പോ ടീനേജിലാണ്, ഞങ്ങൾക്ക് കാര്യങ്ങൾ തന്നെ ചെയ്യാൻ അറിയാം, ഞങ്ങൾക്കറിയാം ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് വട്ടെവർ അവര് പറയുമെങ്കിലും വി ഹാവ് ടു ബി കെയർഫുൾ. ആ ഒരു സമയത്ത് അവർക്ക് പല ഇതിലേക്കും ഒരു ഡീവിയേഷൻസ് വരാം. എന്റെ മോള് ഷീസ് 17 years old. ഈ ഒരു ഡിസംബർ ആകുമ്പോഴേക്കും 18 years ആകും. അവള് ഹോസ്റ്റലിലാണ്, +2. അപ്പൊ ഹോസ്റ്റലിൽ നിന്ന് ഒരു പ്രാവശ്യം ലീവിന് ഓണത്തിന്റെ ടൈമാന്ന് തോന്നുന്നു. ആ സമയത്ത് അവളുടെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ബോയ് ഉണ്ട്, ഈ സെയിം സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. അപ്പൊ ഈ കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആന്റി ഞാൻ ലുലുവിൽ പോവുകയാണ്, ഏട്ടൻ കൊണ്ടുവന്ന് ലുലുവിലാക്കും കാറില്, സ്കൂളിലുള്ള പലരും വരുന്നുണ്ട്, ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് ലുലു കറങ്ങാനാണ്. സോ ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് സമയമില്ല, ഞാൻ തിരക്കാണ്, എനിക്ക് ക്ലാസ് ഉണ്ട്, എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരുദ്ദേശിച്ച് അവര് പോവാനാ, ബട്ട് ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാം, നിങ്ങൾ അവിടെ എൻജോയ് ചെയ്തു, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രണവിയെ മോളെ വിടാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു. കുറെ എന്നെ കമ്പൽ ചെയ്തു. പക്ഷെ അവനെ കമ്പൽ ചെയ്തത് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിപ്പോയി. ഞാൻ കാര്യം പറഞ്ഞു, അത് മനസ്സിലാക്കിയിട്ട് അവനെ തിരിച്ചു പോവായിരുന്നു. കുറെ കമ്പൽ ചെയ്തു, ഈ സ്കൂളിലുള്ള എല്ലാവരും ഉണ്ട്, അവരുണ്ട്, ഇവരുണ്ട് എന്നൊക്കെ കുറെ പേരൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞപ്പം ഈ കുട്ടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവളിച്ചിരി അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടോ. അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ മോളോട് സംസാരിച്ചില്ല, സമയം കൊടുത്തു, തന്നെ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോ അവള് വന്ന് പറഞ്ഞു, അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 days കഴിഞ്ഞപ്പോഴേക്കും ഈ മോൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ആന്റി ഐ എം വെരി സോറി. അന്നത്തെ ദിവസം ഇവൻ ഭയങ്കരമായിട്ട് എന്നെ നിർബന്ധിക്കുക, എനിക്കത് ഭയങ്കര ഇറിറ്റേഷനായി മാറി. അപ്പം ഞാൻ അന്ന് എന്റെ ബിഹേവിയർ ആന്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലോ എന്നുള്ളത് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു, സാരില്ല, നിങ്ങൾ കുട്ടികളല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടികളല്ലേ എന്ന് പറഞ്ഞതിന് 2 മീനിങ് ഉണ്ട്. ഒന്നാമത് അവൻ ഇമച്യൂർ ആയിട്ട് സംസാരിച്ചു, അത് മാത്രമല്ല നിങ്ങൾ കുട്ടികളാണ്, ഇപ്പൊ ഇങ്ങനെ പോവണ്ട എന്നുള്ളൊരു മീനിങ്ങും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ കുട്ടികൾ. സോ സ്കൂൾ ഗ്രൂപ്പ് അങ്ങനെ പോകുമ്പോൾ നമ്മൾ കൂടെ പോകാൻ പറ്റിയ അത്രയും നല്ല, നമുക്കൊന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റണം. അവരെ അപ്രോച്ച് ചെയ്യുന്ന പുറത്തുനിന്ന് വരുന്ന ആളുകളും വല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ, മേ ബി അവരുടെ ഗ്രൂപ്പ് അവർ ഓക്കെ ആയിരിക്കും, അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കാം, ബട്ട് വേറൊരു ആളുകൾ ഇവരെ അങ്ങനെ പ്രായം അതല്ലേ, അപ്പൊ ആ ഒരു സമയത്ത് ഇവര് വല്ലാതെ റിയാക്ട് ചെയ്യോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇഷ്യൂ ആവുമല്ലോ. സോ ഈ ഫ്രീഡം നമ്മൾ കൊടുക്കണം, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ്, നമ്മളുടെ കൺട്രോളിലായിരിക്കണം. കുട്ടികൾക്ക് ഫീൽ ചെയ്യണം അവർക്ക് നല്ലൊരു ഫ്രീഡത്തിലാണെന്നുള്ളത് അവർ മനസ്സിലാക്കണം, അവർ എൻജോയ് ചെയ്തോട്ടെ, ബട്ട് അത് നമ്മളുടെ ഒരു കൺട്രോളിൽ വരണം എന്ന് മാത്രം. ഓക്കെ, സോ അതൊരു ഫ്ലോ ഡയഗ്രാം പോലെ താഴെ മോണ്ടിസോറി പറയുന്നുണ്ട്. ഈ ചൈൽഡ് ഡെവലപ്മെന്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വെച്ചിട്ടാണ് ഒരു ഫ്ലോ ഡയഗ്രാം വെച്ചിട്ട്. ചെറിയ അക്ഷരത്തിലാണ്, ചിലപ്പോൾ നിങ്ങളുടെ പ്രിന്റ് ഔട്ട്സിൽ നിങ്ങൾക്ക് ഇച്ചിരി അതൊരു ബ്ലേർഡ് ആയിട്ട് കാണുമായിരിക്കും. ഇത് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് താഴേക്ക് വരുന്നുണ്ട് കേട്ടോ, ഓരോരോ പാരഗ്രാഫ്സ് ആയിട്ട്. അപ്പൊ ഇവിടെ നമ്മളുടെ കുട്ടി ശരിക്കും ഈ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് സൈക്കിക് പാറ്റേൺ ആണ്. സൈക്കിക് എന്ന് പറഞ്ഞാൽ മൈൻഡ് റിലേറ്റഡ്. അപ്പോൾ അതായത് ഓരോരോ പ്രായത്തിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള രീതിയിൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് പാറ്റേൺ ആണ്. നമ്മുടെ പിയാഗറ്റും എറിക്സണും വിഗ്ഡോസ്കി, സിഗ്മണ്ട് ഫ്രോയിഡ് ഇവരെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് കുട്ടികളുടെ ഡെവലപ്മെന്റ് ഇങ്ങനെ പോകുന്നു എന്നുള്ളത്. അതുപോലെ പ്രീ ഡിറ്റർമൈൻഡ് സൈക്കിക് പാറ്റേൺ ആണ്. ഓക്കെ, അതായത് ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ഇങ്ങനെ അങ്ങനെ ഓരോ പ്രായത്തിലും ഓരോ രീതിയിൽ വരുന്നു. അതാണ്. അപ്പൊ അവിടെ പല കാര്യങ്ങളുണ്ട്. ഒന്ന് ലോ ഓഫ് വർക്ക്, അവര് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, അവർ ഓട്ടോണമസ് ആകുന്നു, തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പിന്നെ പവർ ഓഫ് അറ്റൻഷൻ, ഭയങ്കര ശ്രദ്ധയായിരിക്കും ഈ ഒരു സമയത്ത്. കോൺസെൻട്രേഷൻ തുടങ്ങുന്ന ഒരു പ്രായമാണ്, ഒരു 3 years എന്നൊക്കെ പറയുമ്പോൾ. ഈ സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര അറ്റൻറ്റീവ് ആയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്, അവർ ഒട്ടും ഡിസ്റ്റർബ്ഡ് ആവുന്നില്ല.
പിന്നെ ഈ ഒരു ടൈമിൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നു, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. പിന്നെ കുട്ടികളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി അതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്സ് ഇമാജിനേഷൻ ഓർ ക്രിയേറ്റിവിറ്റി കൂടുന്ന ഒരു ടൈം. പിന്നെ ഇമോഷണൽ, ഇത് പല ഇമോഷൻസും അവരിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡെവലപ്മെന്റ്, അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് മോറൽ വാല്യൂസ്, സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഓരോ കുട്ടിയും ഓരോ കൾച്ചറിലുള്ള ഒരു എൻവയോൺമെന്റിലായിരിക്കാം ജീവിക്കുന്നത്. ലൈക്ക് പല ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടാവും, പല റിലീജിയസ് ബിലീഫ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്നെല്ലാമാണ് മോറൽ വാല്യൂസ് കുട്ടികളിലേക്ക് വരുന്നത്. ഏറ്റവും നല്ലപോലെ മോറൽ വാല്യൂസ് വരുന്നത് അവരുടെ ബിലീഫ്, ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ്, ആളുകളെ കാണുമ്പോൾ റെസ്പെക്ട് കാണിക്കുന്നത് എല്ലാം ത്രൂ ദ സ്പിരിച്വൽ ലൈഫ്. പിന്നെ സ്റ്റേജസ് ഓഫ് ചൈൽഡ്സ് ഗ്രോത്ത്, കുട്ടിയുടെ ഡെവലപ്മെന്റ് ഗ്രോത്തിലെ പല സ്റ്റേജസ്. അപ്പൊ ഇത് ഈ പ്രോസസ്, ഈ ഡെവലപ്മെന്റിന്റെ പ്രോസസ് നടക്കുന്നു. ഈ പ്രോസസ്സ് ഓൾറെഡി പ്രീ ഡിറ്റർമിൻ പാറ്റേൺ ആണെന്ന് പറഞ്ഞു. ഈ പാറ്റേണിലൂടെ ഈ പ്രോസസ്, ഡെവലപ്മെന്റ് പ്രോസസ് നടക്കുന്നു, ഫുൾഫിൽ ആവുന്നു. ഇനി ഈ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് നെസസറി ആയിട്ട് വേണമെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് എൻവിയോൺമെന്റ്, ഫ്രീഡം. എൻവിയോൺമെന്റ് തന്നെ നമ്മൾ 3 ഫേസസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PDF അത് മാർക്ക് ചെയ്ത് വെക്കാം. ആ 3 ഫേസസ്: ഹോം, ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ സൊസൈറ്റി. ആ രീതിയിൽ 3 എൻവിയോൺമെന്റ് ഫേസസിലൂടെ കുട്ടി കടന്നു പോകുന്നുണ്ട്. ദെൻ ഫ്രീഡം, അതും വേണമെങ്കിൽ ബ്രാക്കറ്റിൽ വിത്തിൻ ദ ലിമിറ്റ്സ് എന്ന് എഴുതി വെക്കാം. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് മോഡൽസ് ഓഫ് ബിഹേവിയർ, ഇവരുടെ പല ബിഹേവിയറും അത് എസ്റ്റാബ്ലിഷ് ആവുന്നത്. അത് 3 കൂടി ഒന്നുകൂടി ഇതാണോ കണ്ടീഷൻ നെസസറി ഫോർ ദിസ്? അതാണോ? അതെ. എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ഫേസസ്, PH, SES 3 ഫേസസിലൂടെ കുട്ടി കടന്നു പോകുന്നുണ്ട്. ഒന്ന് ഹോം, നമ്മുടെ വീട്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജനറലി ഞാൻ പറഞ്ഞതാണ്, കാരണം സ്കൂൾ കാലഘട്ടം ഉണ്ട്, അതുപോലെ തന്നെ കോളേജ് ഒരു 24 ഇയേഴ്സ് വരെ നമ്മൾ നോക്കുവാണെങ്കിൽ കേട്ടോ. ഇവിടെ നമ്മൾ മോണ്ടിസോറിക്ക് 3 to 6 ഇയേഴ്സ് മതി, പക്ഷെ ബ്രെയിൻ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുന്നത് 24 ഇയേഴ്സിലാണ്. അപ്പൊ ഹോം, ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ സൊസൈറ്റി. പിന്നെ സെക്കൻഡ് വൺ ഫ്രീഡം, അതിന്റെ ബ്രാക്കറ്റിൽ വിത്തിൻ ദ ലിമിറ്റ്സ്. അതൊരു ലിമിറ്റിലുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വിത്തിൻ ദ limits. Okay. Then established models of behavior. ഇവരുടെ ബിഹേവിയർ പാറ്റേൺ പലപ്പോഴും അത് ചില ബിഹേവിയേഴ്സ് എല്ലാം അവരിൽ അങ്ങ് ശരിക്കും അങ്ങ് ഉൾക്കൊണ്ടിരിക്കും, എസ്റ്റാബ്ലിഷ്ഡ് ആകും. ഇനി ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിന് പല ടൂൾസ് നമ്മൾ ഉപയോഗിക്കുമായിരിക്കും. നമ്മൾ പല കാര്യങ്ങളും ഉപയോഗിക്കും കുട്ടിയുടെ പല ബിഹേവിയറും ശരിക്കാവാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് പലതാവാനായിട്ട് നമ്മൾ പലത് ഉപയോഗിക്കും. പക്ഷെ കുട്ടിക്ക് ഉള്ളിൽ തന്നെയുള്ള ടൂൾസ് ആണ് ഇന്റേണൽ എയ്ഡ്സ് ടു ചൈൽഡ് ഡെവലപ്മെന്റ്. കുട്ടിയുടെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ കുട്ടി ഒത്തു വരുന്നത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് അല്ലാതെ. നമ്മൾ അംഗൻവാടി ചേർക്കുന്നു, അവിടെ വെച്ച് പല കാര്യങ്ങളും കുട്ടി പല നോളജും അക്വയർ ചെയ്യുന്നു. അത് കഴിയുമ്പോഴേക്കും സ്കൂളിലേക്ക് പോകുന്നു, LP സ്കൂൾ, പിന്നെ UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ അവിടെയെല്ലാം പല കാര്യങ്ങളും നോളജ് അക്വയർ ചെയ്യാനും ഇൻഫർമേഷൻസ് കിട്ടാനും പല എക്സ്റ്റേണൽ ടൂൾസ് ഉണ്ട്. ബട്ട് ദർ ഈസ് 2 aids, 2 ടൂൾസ് കുട്ടിയുടെ ഡെവലപ്മെന്റ് ഇന്റേണൽ ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് അവരുടെ ആ വളർച്ചയുടെ കാലഘട്ടം, സെൻസിറ്റീവ് പീരീഡ്, ദെൻ അവരുടെ അബ്സോർബൻ മൈൻഡ്. ഇതാണ് ഇന്റേണൽ എയ്ഡ്സ് ആയിട്ട് വരുന്നത്, സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബൻ മൈൻഡ്. ഓക്കെ. അപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റിന് കണ്ടീഷൻസ്, നെസസറി കണ്ടീഷൻസ് ആണ് എൻവിയോൺമെന്റും ഫ്രീഡവും. എൻവിയോൺമെന്റ് ഇൻ 3 phases: ഹോം, ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ സൊസൈറ്റി. ഫ്രീഡം, ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ ലിമിറ്റ്സ്. പിന്നെ ഇന്റേണൽ എയ്ഡ്സ്, കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഇന്റേണൽ എയ്ഡ്സ് ആണ് സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബൻ മൈൻഡ്. ഒരു സൈക്കിക്, പ്രീ ഡിറ്റർമിൻ സൈക്കിക് പാറ്റേണിലാണ് കുട്ടിയുടെ ഡെവലപ്മെന്റ് പോകുന്നത്, ആ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുന്നത്. സോ ഇത് തന്നെ നമ്മൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് റൈറ്റപ്സ് ഉണ്ട്. സോ ഐ തിങ്ക് വി ക്യാൻ റീഡ് ദാറ്റ്. വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ഫ്ലോ ഓഫ് വർക്ക്. ഈ 2 പാരഗ്രാഫ്സ് വായിക്കാനുള്ള സമയം നമുക്കുണ്ട്. സോ
വായിച്ചു, ആരെങ്കിലും റീഡ് ചെയ്തു. ലോ ഓഫ് വർക്ക്, നമ്മുടെ പ്രീ ഡിറ്റർമൈൻ സൈക്കിക് പാറ്റേണിലെ ഫസ്റ്റ് വണ്ണായ ലോ ഓഫ് വർക്ക് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മാം ഞാൻ വായിക്കാം. Okay. Law of work. Montessori assumes that children prefer work to play. Love of work includes the ability to choose work freely and to find certainty. Certainly and joy in work. According to Maria Montessori, children at Casa de Bambini were able to achieve an integration of self through their work. She observed that children who came in with destructive behavior like aggressiveness, hostility, etc., quickly settled down in the prepared environment. They became calm and peaceful after working with materials in the prepared environment. Slowly, all this destructive behavior disappeared. Montessori concluded that some great need of the child must have been met through this activity of concentration and that Okay. concentration and that the new state the child had thereby reached was actually his normal state. Montessori referred to this process of psychic integration as the normalization of the child. Through work, children become normal. മാം ചെറിയൊരു ഇത് വന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, അപ്പൊ ചേച്ചിമാർക്ക് അന്ന് ചോദിച്ചത് അതുകൊണ്ടാണേ. Okay, no problem. അക്ഷയ സെന്ററിൽ വർക്ക് ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ, നോ ഇഷ്യൂ. മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഈ ലോ ഓഫ് വർക്കില് ഇറ്റ്സ് ലവ് ഓഫ് വർക്ക്. അവർക്ക് അതിനോട് ഭയങ്കര ചെയ്യുന്ന ആ വർക്ക് ടു പ്ലേ എന്നാണ് പറയുന്നത്. നമ്മള് ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും പറഞ്ഞപ്പോ ഇവിടെ മോണ്ടിസോറി മെത്തേഡില് അവർക്ക് വർക്ക് ടു പ്ലേ, അവരത് എൻജോയ് ചെയ്താ ചെയ്യുന്നത്. എനിബഡി ഈസ് ആസ്ക് ദം ടു വർക്ക് എന്നല്ല, ആരും അവരോട് പറഞ്ഞു ചെയ്യിക്കുന്നല്ല, അവർ തന്നെയായിട്ട് ഓരോന്നും ചെയ്യുന്നതാണ്. അപ്പൊ അത് ഓരോ കുട്ടിയുടെയും എബിലിറ്റിയാണ്. ഇപ്പൊ എനിക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ജോലിയായിരിക്കും ഞാൻ എടുക്കുന്നത് അല്ലെ. അങ്ങനെ നിങ്ങളിൽ ഓരോരുത്തരും നമ്മൾ തിരിച്ചറിയുക നമ്മുടെ പൊട്ടൻഷ്യൽ, നമുക്ക് എന്തിനാണ് കേപ്പബിലിറ്റി, അത് നമ്മൾ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്ത് നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും ആ രീതിയിൽ. അതുപോലെ തന്നെ കുട്ടികളിൽ അത് ചെറുതിലേ വരണമെങ്കിൽ ദേ ഹൗ ടു വർക്ക് ഫ്രീലി, അവർക്ക് അതിനോടൊരു ഇഷ്ടം തോന്നണം. ഓക്കെ, അപ്പൊ അങ്ങനെ പലതും അതിൽ അവര് ഭയങ്കരമായിട്ട് എൻജോയ്മെന്റ് വർക്കിൽ കാണും. പിന്നെ സെറനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് വിത്തൗട്ട് സ്ട്രെസ്, ഒരാളുടെ നിർബന്ധമില്ല, അത് തീർച്ചയായിട്ടും എന്താണ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സ്ട്രെസ് ഒന്നും ഇല്ലാതെ അവർ വളരെ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. കസാഡി ഫാമിലിയിലുള്ള കുട്ടികൾ ഇങ്ങനെ അവരങ്ങനെ കേപ്പബിൾ ആവുക, ഇങ്ങനെ അവരുടെ സെൽഫ് ബിൽഡിംഗ് നടക്കുവാണ് ത്രൂ ദർ വർക്ക്. ഇവര് പറഞ്ഞപ്പം ഇത് മോണ്ടിസോറി പറഞ്ഞതെന്ന് വെച്ചാല് ഇവര് ആദ്യം ഇങ്ങനെയുള്ള സ്കൂള് സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പാരന്റ്സിന്റെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇവര് ശ്രദ്ധിക്കാൻ സമയമില്ല, കുട്ടികളെല്ലാം പല പല ആക്ടിവിറ്റീസിലേക്ക് ഡീവിയേറ്റഡ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും അവർക്ക് വേണ്ടിയിട്ട് അതോറിറ്റീസ് ആവശ്യപ്പെടുവാണ് ഒരു സ്കൂള് വേണം, ഒരു ഡേ കെയർ വേണം എന്നാണ് പറഞ്ഞത്, കുട്ടികളെ പാരന്റ്സ് ഇല്ലാത്ത സമയത്ത് നോക്കാൻ വേണ്ടിയിട്ട്. ബട്ട് അതൊരു മോണ്ടിസോറി സ്കൂളായിട്ട് അങ്ങനെ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റില് ഇവരെ കാസാഡി കമ്പനി സ്റ്റാർട്ട് ചെയ്യുവാണ് സാൻ ലൊറൻസിയില്, ആ ഒരു സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇനീഷ്യലി കുട്ടികൾ ഈ ഒരു എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർ അതുമായി യൂസ്ഡ് ആയി, അവർ പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര റെസ്പെക്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരിൽ എല്ലാം നാച്ചുറൽ ആയിട്ട് വന്നു. അവരൊരു ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ലൈക്ക് അഗ്രസീവ്നെസ്, ചില കുട്ടികളുണ്ടല്ലോ എന്തെങ്കിലും കൈ കിട്ടിയ വലിച്ചെറിയും അങ്ങനെ ഇങ്ങനെയൊക്കെ, അത് എല്ലാം പതുക്കെ കുറഞ്ഞു വന്നു. ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫ്രണ്ട്ലി മാനറിൽ ബിഹേവ് ചെയ്യുക, ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിൽ, അതെല്ലാം മാറി അവർ ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റുമായിട്ട് യൂസ്ഡ് ആയി സെറ്റിൽ ഡൗൺ ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വളരെ കാം പീസ്ഫുൾ ആയിരുന്നു ഈ വർക്ക് മെറ്റീരിയൽസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ. അതൊക്കെ അവരുടെ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ഡിസപ്പിയർ ചെയ്തു, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി ഓരോ ആക്ടിവിറ്റി. അതിൽ കോൺസെൻട്രേഷനും അറ്റൻഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ ലോ ഓഫ് വർക്ക്
ഇറ്റ് ബിക്കംസ് ലവ് ഓഫ് വർക്ക്. അത് വർക്കിനോടുള്ള സ്നേഹം. ഈ ഒരു പ്രോസസ് അവരുടെ ഒരു സൈക്കിക് ഇന്റഗ്രേഷൻ നോർമലൈസേഷനിലേക്ക് മാറ്റുകയാണ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ നോർമൽ കിഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് എന്നല്ല, എല്ലാത്തിലും ടോപ്പ് മാർക്ക് വാങ്ങുന്ന അങ്ങനെ പെർഫെക്റ്റ് എന്നുള്ള ഒരു ഇതല്ല. നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നു. അതായത് നാളെ സൊസൈറ്റിയിലേക്ക് ഹി ക്യാൻ പ്രൊവൈഡ് മെനി പോസിറ്റീവ് തിങ്സ്. ആ ഒരു രീതിയിലുള്ള പേഴ്സണാലിറ്റിയായി മാറുന്നതിനെയാണ് മോണ്ടിസോറി നോർമലൈസേഷൻ എന്ന് പറയുന്നത്, കുട്ടികളിലെ നോർമൽ ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, കാരണം ഇത് തന്നെ ഇനി പറയാൻ വരുന്നുണ്ട്. സോ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമല്ലല്ലോ, എനിക്ക് 12 മണിക്ക് ക്ലാസ് ഉണ്ട്. സോ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഒന്നുകൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, കാരണം നമുക്കത് വേണം. മോണ്ടിസോറി മെത്തേഡും ചൈൽഡ് ഡെവലപ്മെന്റും എല്ലാം കണക്ട് ചെയ്ത് നമുക്ക് പറയണം. കാരണം മെത്തേഡ് ഡിസൈൻ ചെയ്യാനായിട്ട് മോണ്ടിസോറി ഇവരുടെ ഇവിടം വരെ എടുത്ത് ഇവിടം വരെയും കേട്ടോ. ഓഫ് വർക്കാണല്ലേ എടുത്ത ലോ ഓഫ് വർക്കിന്റെ ഒരു പാരഗ്രാഫ് വരെയായി. ഫസ്റ്റ് പാരഗ്രാഫ് ഇവിടം വരെ നോർമൽ, ചിൽഡ്രൻ ബിക്കം നോർമൽ. ഇപ്പോഴാണോ ജോയിൻ ആയേ? ടീച്ചറെ ഞാൻ കേട്ടില്ലായിരുന്നു. ആണോ? നമ്മളുടെ അക്ഷയ സെന്ററിലെ കുട്ടിയായിരുന്നു വായിച്ചത്. ചിൽഡ്രൻ ബിക്കം നോർമൽ. എനിക്ക് നിങ്ങളുടെ പേരൊന്നും ഇവിടെ കാണുന്നില്ല, എനിക്ക് പേര് അറിയില്ലാത്ത. ഞാനായിരുന്നു. ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. കാരണം ഈ ലാപ്ടോപ്പ് അപ്ഡേറ്റഡ് ആയപ്പം കുറെ ടൈൽസിൽ ഇങ്ങനെ ആ പേര് വരും, അത് കാണുന്നില്ല. ഞാൻ പിന്നെ പോയിട്ട് പ്രൊഫൈലിൽ പോയി നോക്കണം. ഓക്കെ, സോ നമ്മള് മോഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 3 ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ്. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന് എത്ര പാരഗ്രാഫ്? ആ ഒരു ഫ്ലോ ഡയഗ്രാം ഉണ്ടല്ലോ, ഫ്ലോ ഡയഗ്രാം കഴിഞ്ഞിട്ട് അതിലെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു, ലോ ഓഫ് വർക്ക്. ഇതാണ് ആ ഫ്ലോ ഡയഗ്രാം മുകളിൽ കാണുന്നത്. ഇത് സെക്കൻഡ് പേജ് ആയിരുന്നു, തേർഡ് പേജോ ഏതായിരുന്നു? സെക്കൻഡ് പേജ് അല്ലേ? യൂണിറ്റ് 3 ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഒരു ഫ്ലോ ഡയഗ്രാം ഉണ്ട്, അത് നോക്കി. എന്നിട്ട് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് പോയിന്റ് ലോ ഓഫ് വർക്ക് നമ്മൾ പറയുമായിരുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ അല്ലേ? എന്നോട് ഇപ്പൊ ഡൗട്ട് ചോദിച്ച ആള് ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. മിസ്, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ ഇത്രയും ദിവസം ടീച്ചിങ് പ്രാക്ടീസിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ അത് കഴിഞ്ഞു. അപ്പൊ എനിക്ക് അവിടുന്ന് നമ്മൾ ഇവിടുന്ന് കൊടുത്ത മറ്റേ ഗ്രേഡിംഗ് ഷീറ്റിൽ എനിക്ക് മാർക്ക് ഇട്ടുതന്നു, അറ്റൻഡൻസിന്റെ ഷീറ്റും എനിക്ക് അവർ തിരിച്ചു തന്നു. ഇനി നമ്മൾ അതെന്താ ചെയ്യേണ്ടത്? അത് കയ്യിൽ സൂക്ഷിച്ചാൽ മതിയോ? കയ്യിൽ സൂക്ഷിച്ചാൽ മതി. സോറി, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാ. പിന്നെ അവിടെ നിന്ന് അവര് വേറെ സർട്ടിഫിക്കറ്റ് പോലെ തന്നിരുന്നു, ഇത്രയും ദിവസം ഇവിടെ വർക്ക് ചെയ്തു, ഫെയർ കോൺടാക്ട് ഗുഡ് എന്നൊക്കെ പറഞ്ഞു. ചോദിച്ചു കിട്ടുമോ? ഇന്റേൺഷിപ്പിന്റെ കാർഡ്, ഇന്റേൺഷിപ്പിന്റെ ഒരു ഇതാണല്ലോ നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തത്, ഫോം. അപ്പൊ അവര് പറഞ്ഞു പ്രാക്ടീസിന് വന്നവർക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ലെന്നാ പറഞ്ഞത്. ഗവൺമെന്റ് സ്കൂളിലായിരുന്നു വർക്ക്. എനിക്കും കിട്ടിയില്ല മാം. എന്റെയും ഇന്നലെയാണ് തീർന്നത്, ട്രെയിനിങ് ഇത് കംപ്ലീറ്റ് ആയി. എനിക്കും ഒന്നും കിട്ടിയിട്ടില്ല. സ്കോർ ഷീറ്റും കിട്ടി, പിന്നെ നമ്മൾ ആ സൈൻ ചെയ്യുന്ന ആ പേപ്പറും തിരിച്ചു തന്നു. പിന്നെ നമുക്ക് ഓഫർ ഒരു ലെറ്റർ ആയിട്ട് തന്നില്ലേ, അത് അവരോട് വാങ്ങിച്ചു വെച്ചത്. അവിടെ കോളേജിൽ അല്ല സ്കൂളിൽ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മളിത് ഓഫീസുമായി ബന്ധപ്പെട്ട ഇത് എന്തെങ്കിലും അങ്ങനെയൊന്നും വേണ്ട അല്ലേ? നമ്മൾ കയ്യിൽ വെച്ചാൽ മാത്രം മതി. നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്തൊന്ന് ഇൻഫോം ചെയ്തേക്ക്. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ ലൈക്ക് അനുഭവം ആ ഒരു ടൈമില് അതൊക്കെ ഇൻഫോം ചെയ്യാം. ഓക്കെ മിസ്. വളരെ നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. ഞാൻ പോന്നപ്പോ എച്ച്എമ്മും എന്നെ പറ്റി അവിടെ 2-3 വാക്ക് സംസാരിച്ചായിരുന്നു. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ് എച്ച്എമ്മിന് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സാധാരണ ടീച്ചർ അങ്ങനെയൊന്നും ആരെ പറ്റിയും പറയാറില്ല എന്ന് പറഞ്ഞു. അസംബ്ലിക്കാണ് പറഞ്ഞത്. KG വന്ന ടീച്ചർ 1 മാസം ഉണ്ടായിരുന്നു, ഇന്ന് പോണേണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ എനിക്ക് അവിടുന്ന് ചായയൊക്കെ തന്നു, ഒരു ട്രീറ്റ് ഒക്കെ തന്നു. പിന്നെ KG ഉണ്ടായ ടീച്ചർ എനിക്കൊരു ടോപ്പ് വാങ്ങിച്ചു തന്നു. ആണോ? ആ ടീച്ചർ കുറച്ചു ദിവസം ഉണ്ടായില്ല. ടീച്ചറിന് ഞാൻ ചെന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് 1-1.5 ആഴ്ച ഉണ്ടായില്ല.
ഞാൻ തന്നെയായിരുന്നു അവിടെ മാനേജ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരു തൃപ്തിയായത്. നല്ല ഇതായിരുന്നു. അപ്പൊ എനിക്കും പോന്നപ്പോ ഒരു വിഷമമായിരുന്നു, 1 മാസം നിന്നിട്ട് പോന്നപ്പോ. പലരും പറയണ്ടായിരുന്നു കൊച്ചു കുട്ടികളെ പെട്ടെന്ന് അങ്ങ് അറ്റാച്ച്ഡ് ആവും, കുട്ടികൾക്ക് പിന്നെ വിഷമം, അവർ അന്വേഷിക്കാൻ തുടങ്ങുന്നൊക്കെ പറഞ്ഞു കേട്ടു. കുട്ടികളും ചോദിച്ചു, വരൂലേ ടീച്ചർ നാളെ മുതൽ ഉണ്ടാവൂലേ, എന്താ പോണത്, ഇവിടെ നിന്നാ പോരെ എന്നൊക്കെ ചോദിച്ചു. അവിടെ ഓപ്ഷൻസ് ഉണ്ടോ, മീൻസ് അടുത്ത അക്കാദമിക് ഇയറിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഗവൺമെന്റ് സ്കൂളായിരുന്നു അത്. സ്കൂളാണ്. പിന്നെ ആ ടീച്ചർ പറഞ്ഞ, ആ ടീച്ചറിന് എന്തെങ്കിലും ലീവ് എടുക്കേണ്ടി വരുവാണെങ്കിൽ വിളിച്ചാ വരുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പരിചയമുള്ള ഒരാളെ തന്നെ ആയിരിക്കുമല്ലോ താല്പര്യം. അങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. കേൾക്കുന്നതിൽ വളരെ സന്തോഷം. നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളവരൊന്ന് ഇൻഫോം ചെയ്യാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ദെൻ, ബൈ. താങ്ക് യു മിസ്. എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള ചെറിയൊരു കാര്യം പറയാനുണ്ട്. എന്റെ പഠിപ്പിച്ച 10-20 കുട്ടികളാണ്. അപ്പൊ അതിലൊരു ബബിന എന്ന് പറഞ്ഞൊരു മോള് ടീച്ചറിന് പറ്റിയ പോലെ തന്നെ എനിക്കും ചെറിയൊരിത് കിട്ടി. ടീച്ചറിന്റെ അടുത്തൊരു മോൻ സാരി ഉടുത്തോണ്ട് തന്നെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അതേപോലെ ഞാനിങ്ങനെ വീടിന്റെ അടുത്താണ് ക്ഷേത്രം, അപ്പൊ അവിടെ പോയിട്ട് തൊഴുതിട്ടാണ് സ്കൂളിലേക്ക് പോവുക. അപ്പൊ അങ്ങനെ പോകുമ്പോ അങ്ങനെ രാവിലത്തെ വെപ്രാളത്തിന്റെ ഇടയ്ക്ക് പൊട്ടൊന്നും തൊടാനുള്ള സമയം ഇപ്പൊ ചന്ദനം തൊട്ടോണ്ടാ പോകുന്നത്. അപ്പൊ പുള്ളിക്കാരിയാണ്, ഒരു സുന്ദരിയാണ്, നല്ല വെളുത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അവൾ എന്റെ അടുത്ത് ടീച്ചർ എന്താ പൊട്ട് തൊടാത്ത, നാളെ വരുമ്പോ പൊട്ട് തൊട്ടോണ്ട് വരണം എന്ന് പറഞ്ഞു. ഞാനത് ഓർത്തിരുന്നു, അത് തൊട്ടോണ്ട്. അപ്പൊ ഞാനിങ്ങനെ ടീച്ചർ ഷെയർ ചെയ്ത അനുഭവം എനിക്ക് അങ്ങനെ ഒരു ചെറിയ കാര്യത്തിലൂടെ എനിക്ക് അവൾക്കത് സന്തോഷം കൊടുക്കാൻ പറ്റി. അവളുടെ അമ്മയുടെ പേരും ദീപ എന്നാണ്. അപ്പൊ അവൾ എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ദീപാമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ വിളിച്ചോളാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തി ഇന്നലെ പോരുന്ന സമയം വരെ എന്നെ ദീപാമ്മയെന്നാണ് വിളിക്കുന്നത്. പിന്നെ എന്റെ വീടിന്റെ തൊട്ടടുത്ത്, അതായത് കൈ എത്തിക്കുന്ന ദൂരെയുള്ളു ആ കുട്ടീനെ എന്റെ ക്ലാസ്സിലായിരുന്നു. അപ്പൊ അവളെന്നെ ദീപ ചേച്ചി തന്നെയാണ് വിളിക്കാറ്. കുഞ്ഞിലെ ഞാൻ ചോറ് വാരി കൊടുത്ത് ഞാൻ കൊടുത്താലും അത്രയും കൂട്ടായിരുന്നു, ഞങ്ങൾ വീടിന്റെ തൊട്ടടുത്താണ്. അപ്പൊ അവളെന്നെ ദീപ ചേച്ചി, ഞാൻ ടീച്ചറെന്ന് വിളിക്കില്ല എന്ന് ചെന്നതേ പറഞ്ഞു. പിന്നെ അനന്തനാരായണൻ എന്നും പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, ചെറുക്കൻ കുട്ടിയാണ്. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഇന്നലെ തന്നെ ഇങ്ങനെ പറഞ്ഞു എല്ലാവരും വിറ്റ്. അപ്പൊ ഞാൻ ചെറിയ മിഠായിയും പെൻസില് അങ്ങനെ മേടിച്ചുകൊണ്ട് പോയായിരുന്നു ഇന്നലെ പോയപ്പോഴേ. അപ്പൊ എനിക്കൊരു ആദ്യത്തെ ഒരു അനുഭവം ആയതുകൊണ്ട് ഭയങ്കര എല്ലാം കുഞ്ഞിതുങ്ങൾ LKG UKG. ഇപ്പൊ നമ്മളവിടെ ചെന്ന മനസ്സങ്ങ് ഫ്രീ ആണ്, നമുക്കൊരു ടെൻഷനും ഇല്ല. എനിക്കിപ്പോ വീട്ടിലിരിക്കുമ്പോഴോ വർക്ക് ചെയ്യുമ്പോഴോ ടെൻഷൻ മുഴുവനും. സ്കൂളിൽ പോയപ്പോ ആദ്യത്തെ 1-2 ദിവസം എനിക്ക് പേടി ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയായിരിക്കും എനിക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് വൈകുന്നേരം വരുമ്പോഴത്തേനും ഉമ്മയും ടാറ്റയൊക്കെ തന്നെ വിടുന്നത്. അപ്പൊ ഇപ്പൊ സമയം ഞാൻ ക്ലാസ് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, എന്റെ അവറാണ്. ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്ക് HM 1 മണിക്കൂർ സമയം തന്നു ക്ലാസ് കൂടാനായിട്ട്. പിന്നെ 2-3 ദിവസം പുറത്തു പോകാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേര് അടുത്ത ഇയറിലേക്ക് പിള്ളേര് വീട് കയറാനുണ്ടായിരുന്നു. അപ്പൊ ഞാനും HM വേറൊരു ടീച്ചറും കൂടി അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യും, എപ്പോഴാ വരിക ചോദ്യം. എന്റെ മക്കള് ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ തൊട്ടിപ്പുറത്തെ ക്ലാസ്സിലാണ് എന്റെ മോൻ പഠിക്കുന്നത്. അപ്പൊ എനിക്ക് എപ്പോ വേണേലും ഇവിടെ ചെല്ലാനുള്ള ഒരു ഇതുണ്ട്. ചേട്ടായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു എന്ന് പറഞ്ഞു വിടാം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ പോന്നപ്പോ ഭയങ്കര സങ്കടമായിരുന്നു, പോവില്ല. എന്നിട്ട് പറഞ്ഞു, എന്റെ അപ്പയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പ ടീച്ചറിനെ വീട്ടിൽ കൊണ്ടുപോകാൻ കാറുമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. ശരിക്കും ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം എന്ന് വെച്ചാൽ ഇപ്പൊ അവര് കൂടില്ല. അല്ലെങ്കിൽ ഈ സമയം ഇങ്ങനെ 11:30 ആകുമ്പോഴത്തേനും ഞാൻ ഓടും ചെല്ലാൻ വേണ്ടിയിട്ട്. ശനിയാഴ്ച ഞായറാഴ്ചയും കഴിഞ്ഞ് ചെന്ന ഒരവർ നമുക്ക് ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം 2 ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഒരു ആടിന്റെ അടുത്ത് പോകുന്നത് തൊട്ട് ആടിന് പുല്ല് തീറ്റാൻ പോകുന്നത് ഒക്കെ ഇങ്ങനെ പറയാണ്. സ്പെഷ്യൽ ആയിട്ടൊരു കറി ഉണ്ടാക്കിയാല് ഒക്കെ ഇങ്ങനെ അവരെ ഒന്ന് കേൾക്കാൻ നമ്മൾ ശ്രമിച്ചാ അവര് പഠിക്കുമെന്നാണ് എനിക്ക് അങ്ങനെ ഇതായിരുന്നു. അവരുടെ ആ കാര്യങ്ങൾ കഴിഞ്ഞാൽ അവരിങ്ങ് തരും, എന്നെ പഠിപ്പിച്ചോളാൻ പറയും. അത്രയും അവരത് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളൊന്ന് മൈൻഡ് ഔട്ട് ആയിപ്പോയി അപ്പൊ ചോദിക്കും, ടീച്ചറിന് എന്നാ പറ്റിയേ എന്ന് ചോദിക്കും. മനസ്സിലാക്കില്ലേ? അതെ, ഒരു ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ. വെരി ഗുഡ്. കേൾക്കുമ്പോ നമ്മൾക്ക് ഇവിടെ എല്ലാവർക്കും സന്തോഷം.
ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ കാര്യം പിന്നെ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ അതും. ഓക്കെ, Thank you, ma'am. ബൈ. താങ്ക് യു മാം. Thank you, ma'am. ഓക്കെ, ബൈ. Thank you, ma'am.